അങ്ങനെ പറയാനായിട്ട് കഴിയുന്നവര് ഇല്ലേ? അങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഇന്നത്തെ വിജയികളല്ലെന്നുള്ളതാണ്. ഇതുകൊണ്ട് വിജയികൾ നമുക്കറിയാം. ഏത് തൊഴിൽ ചെയ്യുന്ന ആളായാലും ആ തൊഴിൽ വിജയിക്കണമെങ്കിൽ ചില ഘടകങ്ങളൊക്കെയാണ്. ഇപ്പം മുടി വെട്ടുന്ന ഒരാൾ തന്നെ ബാർബർ. പണ്ട് കാലത്ത് ബാർബറുടെ തൊഴിൽ എന്നൊക്കെ പറയുന്നത് ഒരു വേറെ കാഴ്ചപ്പാട്. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നിപ്പോ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുസും എല്ലാവരും ബാർബർ ജോലിക്ക് പോകും. ബാർബർ സ്കൂളിൽ പോയി നന്നായി മുടി വെട്ടാൻ പഠിച്ച് നല്ല കടകൾ തുടങ്ങി ഒരുപാട് കാശ് സമ്പാദിക്കുന്ന ആളുകൾ. ഞാൻ ബോംബെയിലൊക്കെ ആയിരുന്നപ്പോ ചെന്നാൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യും. വളരെ പ്രൊഫഷണലായിട്ടുള്ള വെട്ടുകാരൊക്കെയാണ്. ചില ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി മുടി വെട്ടിച്ചിട്ട് വരുന്നവരുണ്ട്. അമേരിക്കയിൽ നിന്ന് ചില ആളുകൾ ഫ്രാൻസിൽ, പാരീസിൽ പോയി എല്ലാ മാസവും മുടി വെട്ടിച്ചിട്ട് വരുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വിജയികളായ ബാർബേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലെ മുടി വെട്ടുകാരൻ വീട്ടിൽ വന്ന് വെട്ടുക ഓർക്കുന്നുണ്ട്. എല്ലാം 1-ാം തീയതി വന്നിരിക്കണമെന്ന് പറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലയാള മാസത്തിന്റെ 1-ാം തീയതി അദ്ദേഹം വരും. അദ്ദേഹത്തിന്റെ ഒരു ഊടും മുടുക്കൊക്കെ കണ്ടത് കൊണ്ട് വരും. ചൂടെടുത്ത് ഇട്ട് വെട്ടത്തിരുന്നാണ് ഞങ്ങളെല്ലാം വെട്ടുന്നത്. പ്രൊഫഷണൽ വെട്ടാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ വെട്ടാ. എൻ്റെ ചെവിയും മുറിക്കും, അവിടെയും മുറിക്കും, ഇവിടെയൊക്കെ മുറിക്കും, കുറച്ച് ഓരൊക്കെ. അതൊരു വെട്ടാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അങ്ങനെ ജീവിച്ചത്. ആ നാട്ടിലെ എല്ലാ കുടുംബങ്ങളുമായിട്ട് കസ്റ്റമേഴ്സാണ്. വീട്ടിൽ ചെന്ന് വെട്ടുന്നത് കൊണ്ട് അതിൻ്റെ പ്രത്യേക സുഖമുണ്ട്. ഞാൻ പറഞ്ഞ ഏത് തൊഴിലാണെങ്കിലും അതിന് ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. ഈ സഭായോഗത്തിന് ബൈബിളും പാഠപുസ്തകവും കൊണ്ടുവരാത്ത ആളുകളെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ, നല്ല ചെറുപ്പത്തിൽ. എൻ്റെ വല്യപ്പച്ചനാണ് അവിടുത്തെ മൂപ്പന്. ചോദിക്കും, എന്നെ തോമ്മ എവിടെ എൻ്റെ ബൈബിളും പാഠപുസ്തകം ചോദിക്കും കയറി വരുമ്പോഴാണ്. അച്ഛാ കൊണ്ടുവരാൻ മറന്നുപോയി. ഏടാ ക്ഷൗരക്കാരനാണെങ്കിൽ അവന് പോലും ഒരു കത്തിയും കൂടി എവിടെയും പോയാൽ കാണും. നീ അതിനേക്കാൾ മോശമായി പോയില്ലെന്ന് പറയും. അടുത്ത ആഴ്ച തുടങ്ങി കൊണ്ടുവന്നേക്ക് അച്ഛാ എന്ന് പറഞ്ഞാൽ അതില്ലാത്ത എന്തിനും വരുന്നത് മീറ്റിങ്ങിനെ. ഒരു ബൈബിളും ഒരു പാഠപുസ്തകവും ഒരു നോട്ട്ബുക്കും പേനായി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കാണണം. പിന്നെ സ്തോത്രാഴ്ചയിലുള്ള കാശും. അതില്ലാതെ വരുന്നവരെ പറ്റി പറയുന്നവർ എന്തിനു വരുന്നവരാണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയും. ഇപ്പൊ നോട്ട്ബുക്ക് ഉള്ളവരും പേന ഉള്ളവരും വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അതൊന്നും എഴുതുന്ന സ്വഭാവമൊന്നുമില്ല. എൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാ പറയുന്നത്. എന്നാലും ബൈബിൾ ഇപ്പോഴിപ്പോ ഇതൊന്നുള്ളതുകൊണ്ട് എന്താ അതുള്ളതുകൊണ്ട് ബൈബിളും ഇല്ല. പിന്നെ അതിനൊരു ഗുണമുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ രാമായണം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ രാമായണമുണ്ട്. ഭാഗവതമുണ്ട്, മഹാഭാരതമുണ്ട്. പിന്നെ ഖുറാനുണ്ടോ? എൻ്റെ ഖുറാനുണ്ട്. ബൈബിളുണ്ടോ? അതുമുണ്ട്. എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിലും. പിന്നെ മസാലകൾ വേണ്ടതെല്ലാം അതിലുണ്ട്. അപ്പോ അതും കൊണ്ട് നടക്കുന്നത് എനിക്ക് യാതൊരു സന്തോഷവും. ബൈബിളും ഉള്ളൂ, അതിന് പകരം വേറൊന്നുമില്ല. അതുകൊണ്ട് ഈ പുസ്തകം കൊണ്ട് തന്നെ നടക്കണം. മറ്റതൊക്കെ ഈ വെച്ച് കുഴപ്പമില്ല. അതൊക്കെ ഉപയോഗിച്ചു അതിനകത്തൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. കമന്ററികളും നോട്ടുകളും ഒക്കെ ഉണ്ട്. ഞാൻ അതിനൊന്നും എതിരായ ഒരാളല്ല. പക്ഷേ ബൈബിൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒത്തിരി സാധനങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പച്ചക്കറി കൊട്ടയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി പച്ചക്കറി 10-25 മാർക്കറ്റിൽ ചെന്നിട്ടുള്ള അവന് വേണ്ടാത്ത പച്ചക്കറി എല്ലാം കൊട്ടയ്ക്കകത്തേക്ക് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള അഞ്ചാറ് കയറി അതും വിട്ടു. എന്നിട്ട് ആ കൊട്ടയും ചുമന്നും കൊണ്ട് നടക്കുന്ന പോലെ അതവിടെ കിടന്നോട്ടെ. എനിക്ക് ആവശ്യമുള്ള ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എടുക്കും. ബാക്കി അവിടെ കിടന്നോട്ടെ. ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, ഏത് തൊഴിലായാലും അതിന് വിജയിക്കണമെങ്കിൽ ഒഴിച്ചുകൂടാത്ത ചില ഘടകങ്ങളുണ്ട്. ഒരു ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡൽ വാങ്ങണമെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ നോയോട് ചോദിച്ചാൽ നോ പറയും. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു നീന്തുകാരനെ എനിക്കറിയാമായിരുന്നു. ഒളിമ്പിക്സിൽ നീന്തലിന് പോകുന്ന ഒരാള്. സമ്മാനം വലിയ വാങ്ങിയെങ്കിലും അല്ലാത്ത മീറ്റുകൾക്കൊക്കെ സമ്മാനം വാങ്ങുമായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാനൊരു ഐസ്ക്രീം കഴിച്ചിട്ട് വർഷങ്ങളായി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തൂക്കം നോക്കും. എല്ലാ ദിവസവും അയാളുടെ ട്രെയിനറുണ്ട്. അതിൽ ഒരു 0.1 ഗ്രാം പോലും കൂടാനൊക്കെ കറക്റ്റ് തൂക്കത്തിൽ തന്നെ നിൽക്കണം. ആഹാരം എല്ലാം തൂക്കിയാ കൊടുക്കുന്നത്, എല്ലാം വെയ് ചെയ്താ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഐസ്ക്രീം തിന്നുമ്പോൾ ഒരു ശകലം ഐസ്ക്രീം പറഞ്ഞ ഒളിമ്പിക്സ് കഴിഞ്ഞ് തരാം. കാരണം കഴിക്കുന്ന ഒരു ഇച്ചിരി ഐസ്ക്രീം ഒരു ശകലം വെയിറ്റ് കൂടിയാൽ സ്വിമ്മറാ, വെള്ളത്തിന്റെ അകത്ത് മറ്റുള്ളവർക്ക് ഒപ്പം നീന്താൻ സാധിക്കില്ല. അപ്പോ ഒരു ഒളിമ്പിക്സിൽ അങ്ങനെയാണെങ്കിലേ നമ്മളൊക്കെ ഈ ഓടുന്ന ഓട്ടക്കളമോ എന്തോ ഒരു വലിയ ഓട്ടക്കളം അല്ലേ. പൗലോസ് അതേക്കുറിച്ച് പറഞ്ഞത് എന്താ? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിറ്റൊഴിഞ്ഞോടാൻ അവല്ലോരും കാണുമോ തലയിൽ തോളയിൽ ഒരു 50 കരിയും വെച്ചും കൊണ്ട് ഓട്ടക്കളത്തിൽ ഓടാൻ പോകുന്നവര്. നമ്മളൊക്കെ അങ്ങ് 50 കരിയും ഗോതമ്പൊക്കെ വെച്ചും കൊണ്ടാണ് ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ധങ്ങളും കൊണ്ടാണ് ക്രിസ്ത്യ ജീവിതത്തിൽ ഓടാൻ പോകുന്നത്. ജയിക്കാൻ ഒക്കില്ല. നമുക്ക് വലിയ പ്രയാസമാണ്.
വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്, ഒരു അനേക വർഷങ്ങള്, 10-12 വർഷങ്ങള് അങ്ങനെയുള്ള ട്രെയിനിങ്ങിന്റെ ഫലമാണ് ഗോൾഡ് മെഡൽ കിട്ടുക എന്നൊക്കെ പറയും. നമുക്ക് പിന്നെ അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഒളിമ്പിക്സിലൊക്കെ ട്രെയിനിങ് കാലത്തായിരിക്കുന്ന ആളുകളുടെ അപ്പനോ അമ്മയോ ഒക്കെ മരിച്ചാൽ ശവസംസ്കാരത്തിന് പോലും പോകാൻ അവർ സമ്മതിക്കില്ല. കാരണം ഒരു ദിവസവും ട്രെയിനിങ് മുടങ്ങാൻ പാടില്ല. അവർ പറയും, നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടാനാ വരുന്നെങ്കിൽ അപ്പനും അമ്മ ബന്ധങ്ങളൊക്കെ അവിടെ കിടക്കും. ഇത് അതും കൂടെ ഒക്കെ ഇല്ല. ഒരാഴ്ച വീട്ടിൽ പോയി ഞങ്ങൾ വരുമ്പോൾ പിന്നെ ഒളിമ്പിക്സിൽ നിങ്ങൾ യോഗ്യനായിട്ടല്ല വരുന്നത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതവും അതുപോലെ തന്നെയാണെന്നാണ് ഞാൻ ഈ പറയാൻ പറ്റും. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാകണമെങ്കിൽ പേര് ഓട്ടം ഓടിയവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാർ, അവരിൽ ഒരാളെ പോലെ നമുക്ക് ഓടി അവസാനം കണ്ടെത്തണമെങ്കിൽ ഒരുപാട് വർജനം ആചരിച്ചെങ്കിലേ. പൗലോസ് പറഞ്ഞു, ഓട്ടക്കളത്തിൽ ഓടുന്നവരൊക്കെയും വർജനം ആചരിക്കും. ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വർജനം എന്ന് പറഞ്ഞു. എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട, ഇത് വേണം, ഒരുപാട് കാര്യങ്ങൾ. പൗലോസ് അങ്ങനെ വർജനം ആചരിച്ച ഒരാളാണ്. അപ്പൊ അച്ചടക്കം ഒരുപാട് ആവശ്യമാണ്. അങ്ങനെ അച്ചടക്കം ഇല്ലെങ്കിൽ ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന പോലെ കൈപ്പുള്ള വല്ല വേരും മുളച്ച് നമ്മളെ അയോഗ്യരായി പോകും. ഏശാവിനെ പോലെ ആകുമെന്നാ പറഞ്ഞു. ഏശാവിന്റെ പ്രോബ്ലം എന്തായിരുന്നു? ഏശാവിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് വർത്തമാനകാല അന്നേരത്തെ പ്രശ്നത്തിന് പരിഹാരം കാണുക. വേട്ടയാടി വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നു പുള്ളിക്കാരന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിൽ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തിന് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടായിരുന്നു, ലോ ബ്ലഡ് ഷുഗർ. ഒരാവെ പോയി വനത്തിലെല്ലാം വേട്ടയാടി ഒന്നും കിട്ടിയില്ല. അങ്ങനെ വന്ന് വേർത്ത് ഒലിച്ചു വന്നപ്പോൾ ഷുഗർ വളരെ ലോ ആയി കാണും, 40-ലേക്ക് പോയി കാണും. അപ്പൊ ഇപ്പം ഞാൻ മരിച്ചു പോകുന്നു, എന്തെങ്കിലും മധുരമുള്ള സാധനം ഇപ്പൊ കഴിച്ചില്ലേ ഞാൻ ഇപ്പൊ താഴെ വീണ് മരിച്ചു പോകുന്നു. അപ്പോഴേ നല്ല പായസം അതെനിക്ക് തരാൻ പറയും. വേറെ എന്ത് ജന്മം, അതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമാണ്, ഞാൻ മരിച്ചു പോയി എന്നെ ഗുണമാണ് തന്നേക്കാൻ പറയും, പായസം കുടിക്കണം. ദൈവാത്മാവ് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നിനക്ക് ആത്മീയ കാര്യങ്ങളെ ട്രേഡ് ചെയ്ത് നിന്റെ ജീവന്റെ നിലനിൽപ്പ് സാധിച്ചിട്ട് യാതൊരു കാര്യവും. യേശാവിന് ഭിന്നത്തിനനുസരിച്ചിട്ട് എന്റെ കാര്യം ഒരു കാര്യവും. ജീവനെ പോലും ശരിയാ, ചിലപ്പോൾ യേശാവിന് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടായിരുന്നു. ബൈബിൾ അങ്ങനെയൊന്നും പറയുന്നില്ല, ഉണ്ടായിരുന്നു. അത് കഴിച്ചില്ലെങ്കിൽ അവന് ചിലപ്പോൾ ഫെയിൻ്റായി പോവും. ഇന്നത്തെ കാലത്ത് അങ്ങനെ മരുന്നൊന്നുമില്ല. അതുകൊണ്ട് അവനറിയാം, ആ ഷുഗർ കണ്ടപ്പോൾ, ചുവന്ന പായസം കണ്ടപ്പോൾ, മധുരമുള്ള പായസം കണ്ടപ്പോൾ എനിക്ക് തരിക എന്ന് പറഞ്ഞു. നീ ജ്യേഷ്ഠാവശ്യം തന്നെടുത്തോളാൻ പറഞ്ഞു. എന്തുകൊണ്ട് എടുത്ത, ഞാൻ ചത്തുപോകലോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അച്ചടക്കമില്ലായിരുന്നു. അതാണ് ആത്മീയ അച്ചടക്കമില്ലാത്തവരോടായിരുന്നു യേശാവ്. ആത്മീയ അച്ചടക്കമില്ലാത്ത ആളുകൾ അങ്ങനെയാണ് ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങളിൽ അവര് ആത്മീയമായ മൂല്യങ്ങൾ അവര് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വെച്ചു. തൽക്കാലം ആത്മീയമായ കാര്യങ്ങൾക്ക് എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല, ഭൗതികമായ കാര്യങ്ങളാണ്. അത് ഒരു ജോലിയായിരിക്കും, അതൊരു വിവാഹമായിരിക്കും, അത് സ്വത്ത് സംബന്ധിച്ച കാര്യമായിരിക്കും, അതൊക്കെ അങ്ങനെ ചെയ്യും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം വിവാഹവും കഴിച്ചു. അദ്ദേഹത്തിന്റെ വിവാഹ ശുശ്രൂഷയ്ക്ക് ഞാനും പോയിരുന്നു. വചനം ശുശ്രൂഷിച്ചത് ഞാനായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കല്യാണം കഴിപ്പിച്ച വേറെ സഹോദരനായിരുന്നു. അങ്ങനെയൊക്കെ കല്യാണമൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞു വലിയ സ്വത്തുകാരാണ്. വളരെയധികം ഭൂസ്വത്തുക്കളും അല്ലാത്ത സ്വത്തുക്കളും ഉള്ളവരാണ്. വീതം വെക്കുന്ന സമയത്ത് അപ്പൻ പറഞ്ഞു, അവർ മർത്തോമാ സഭയിൽ വീണ്ടും പോയി, ഇതേ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് വരാമെങ്കിൽ നിന്റെ വീതം തരാം, എൻ്റെ വീതം തരിക. നിനക്ക് എൻ്റെ സ്വത്തിന്റെ വീതം വേണമെങ്കിൽ നീ മാർത്തോമാ സഭയിൽ പോയി ഈ പെണ്ണിനെ തന്നെ. ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ചിട്ട് പിള്ളേരും ഒക്കെ ആയി, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ പെണ്ണിനെ തന്നെ വിവാഹം കഴിച്ചിട്ട് വരണമെന്ന്. അവസാനം വിവാഹം കഴിച്ചു. രണ്ടാമതൊരു വിവാഹം കഴിച്ചു, ഒന്ന് സ്വത്ത് വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർ യേശാവിനെ പോലെയുള്ള ആളുകളാ. ക്രിസ്ത്യ ജീവിതത്തിൽ അവർ പറയുകയുടെ ഒരു 10-15 ഏക്കർ ഭൂമി, പാടവും അതിന്റെ മറ്റു സ്വത്തുക്കളും എല്ലാം ഈ ഒരു കല്യാണം ഒരു പ്രാവശ്യം കൊടുത്തു ഒന്ന് മിന്നു കെട്ടി പ്രശ്നം തീർന്നില്ല. അതിനുവേണ്ടി ഇത്രയും സ്വത്ത് കളയേണ്ട ആവശ്യം ഇല്ല. പല ആളുകളും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോരോ സാഹചര്യങ്ങളിൽ ഓരോരോ വിഷയങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ട്. ഒരു വിശ്വാസത്തിന് വേണ്ടി വലിയ വില കൊടുത്ത് അതിനെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ആളുകൾ. നമ്മുടെ ഈ ഓട്ടക്കളത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ അച്ചടക്കം അതിൽ ധാരാളം ആവശ്യമാണ്. അപ്പോൾ ഈ ഓട്ടക്കളത്തിൽ നാം എങ്ങനെയാണ് ഓടേണ്ടത്? നമുക്ക് അച്ചടക്കം വേണ്ട ചില മേഖലകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഒരു 7 മേഖലകളുണ്ട്. ആ മേഖലകളിൽ നമുക്ക് നല്ല അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതത്തിലെ ഈ ഓട്ടം നമുക്ക് വിജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെല്ലാം. അങ്ങനെയുണ്ടല്ലോ, ഓട്ടക്കളത്തിൽ ഓടുന്നവര്
സമ്മാനം വാങ്ങാതെ വോട്ട് ഫിനിഷ് ചെയ്യുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ചെല്ലുന്നവരുണ്ട്. അവർ നടന്നങ്ങ് ചെല്ലും. അവർ ചെല്ലുന്നത് കാണാനൊന്നും ആരും കാണുകയില്ല, എല്ലാവരും ഒക്കെ പോയി കാണുമ്പോഴത്തേക്ക്. എങ്കിലും അവർക്കൊരു തൃപ്തിയുണ്ട് ഞാൻ ഓടി എന്നുള്ളത്, നല്ലതാണ്. പക്ഷെ കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞു ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുമെന്നാ. ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. നമ്മുടെ ഓട്ടത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുന്നതാണ്. ഒന്നീ ഗോൾഡ് അല്ലേ സിൽവർ അല്ലേ ബ്രോൺസ്, ഏതെങ്കിലും ഒന്ന് വാങ്ങണം. അതില്ലാതെ പോകുന്നത് കഷ്ടമാണ്. അപ്പൊ അച്ചടക്കം ഒഴിച്ചുകൂടാത്ത ചില മേഖലകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ദൈവമായുള്ള നമ്മുടെ ബന്ധം തന്നെയാണ്. അത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ദൈവമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, മുൻപേ ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപേ ദൈവരാജ്യം, മുൻപേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി. ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ വരും. അപ്പോഴെല്ലാം ദൈവരാജ്യം മുന്നിൽ, ബാക്കിയുള്ള തഴഞ്ഞു മാറ്റിയിട്ട് അടിച്ചു മാറ്റിയിട്ട് ദൈവരാജ്യമാണ് മുൻപേ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നത്, അതിന്റെ നീതി വേണം. പിന്നെ മറ്റേതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് തരാമെന്നാ പറഞ്ഞത്. അതൊക്കെ കർത്താവ് തരാമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്വേഷിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, ദൈവരാജ്യവും നീതി. ബാക്കിയുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഈ മുൻപേ ദൈവരാജ്യം അന്വേഷിച്ച കുറെ ആളുകളുടെ ചരിത്രം അവിടെ പറഞ്ഞിട്ടുള്ളത്. അവരെല്ലാവരും അങ്ങനെയുള്ളവരാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന് നമ്മളെപ്പോഴും 33-34 വാക്യങ്ങള് ദൈവരാജ്യവും നീതിയും അന്വേഷിക്കണമെന്നോ, അതിനോടുകൂടെ നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മേളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെടുക്കും, എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എവിടെ താമസിക്കും, വിവിധ കാര്യങ്ങളെക്കുറിച്ചൊന്നും, നിങ്ങളുടെ ആഹാരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ വീടിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ദൈവരാജ്യം നീതി അന്വേഷിച്ച് നിങ്ങളങ്ങ് പോയാൽ അതൊക്കെ ചേർത്ത് വന്നോളൂ, അതൊക്കെ വന്നോളൂ. അതിനൊന്നും വലിയ വിലയുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, നമ്മൾ ഒത്തിരി വില കൊടുക്കുന്നേ ഉള്ളൂ. ദൈവത്തിന് ദൃഷ്ടിയിൽ അതെല്ലാം പൂജ്യങ്ങളാണ്. വീടൊരു വലിയ പൂജ്യം, ആഹാരം വലിയൊരു പൂജ്യം. ഇങ്ങനെയാണല്ലോ ദോശ ഇഡ്ഡലിയൊക്കെ വട്ടം പോലെ ഇരിക്കും. ഇങ്ങനെ ഓരോന്നും വലിയ പൂജ്യമാണ്. അപ്പൊ ഈ പൂജ്യങ്ങൾ എത്ര കൂട്ടിയാലും വല്ല വിലയുണ്ടോ? ഒരു വിലയില്ല. ഈ പൂജ്യങ്ങൾക്ക് ഇടതുവശത്ത് ഒരു സംഖ്യ വേണം, വേണ്ടേ? അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഒന്ന് ആദ്യം ആ ഒന്നിട്ടിട്ട് പിന്നെ ഈ പൂജ്യങ്ങൾ കിട്ടും. വീടെന്ന പൂജ്യം, ജോലി എന്ന പൂജ്യം, ഇങ്ങനെ ഓരോ പൂജ്യം കിട്ടും. അപ്പൊ അതിന് വിലയുണ്ട്. വില അങ്ങനെയല്ല, ആദ്യം പൂജ്യങ്ങൾ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഒന്നിടാം. അപ്പൊ എന്താ വിലയുണ്ട്? 1000 ഒന്നും പിന്നെ അവസാനം 1000 പൂജ്യം അവസാനം ഒരു ഒന്നും, അതോ ആദ്യം ഒരു ഒന്നും പിന്നെ 1000 പൂജ്യങ്ങളും. വിലയ്ക്ക് എന്ത് വ്യത്യാസമുണ്ടല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥവും വിലയും തരുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ എല്ലാം മുന്നിൽ ആരാണെന്ന്. എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ പറയാൻ കുറേ നേട്ടങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളൊക്കെ ഞാൻ കുറേ നേടിയിട്ടുള്ള ആളാണ്. 10-30 വർഷം പഠിച്ച ആളാണ്. ഡിഗ്രികളൊക്കെ സമ്പാദിച്ചു. എന്ത് നേട്ടം? അത് മുന്നിൽ കർത്താവ് ഉള്ളത് കൊണ്ടുള്ള നേട്ടമുള്ളൂ. അല്ലേ എൻ്റെ നേട്ടം ഒരു നേട്ടവും. ബക്സിംഗ് എന്ന് പറയുന്ന ദേവദാസനെ കുറിച്ച് കേട്ടുള്ളത് ശരിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കാനഡയിൽ പോയി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ എംടെക് എടുത്തു. ഇവിടുന്ന് ബിടെക് എടുത്തിട്ട് പോയതാണ്. അവിടെ വെച്ചാണ് താൻ രക്ഷിക്കപ്പെട്ട് തൻ്റെ സർദാറിയായിരുന്നു. മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ചരിച്ച് വൃത്തിയായി നല്ലൊരു വിശ്വാസിയായിട്ട് ഇങ്ങനെ കപ്പലിൽ ഒരുപാട്. അപ്പോൾ അങ്ങനെ കപ്പലിൽ വെച്ച് തനിക്ക് തോന്നി, തൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ താൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എംടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബിടെക്, ഇങ്ങനെ ഒത്തിരി ഡിഗ്രികൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. ഇതെല്ലാം എടുത്ത് കടലിൽ കളഞ്ഞെന്നാണ് എന്നെ പറഞ്ഞു കേട്ടു. ഇതെല്ലാം എടുത്ത് കടലിൽ കളഞ്ഞു. പറഞ്ഞു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ കളയും, മറ്റേതൊന്നും എനിക്ക് വിലയുള്ളത് എന്ന് പറഞ്ഞാൽ ബേണിംഗ് ദ ബ്രിഡ്ജസ് എന്ന് പറയും. ബേണിംഗ് ദ ബ്രിഡ്ജ്, അല്ല ഇങ്ങനെ യുദ്ധം ഉണ്ടാകുമ്പോൾ ശത്രുവിന്റെ പാളയത്തിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ പാലം കടന്നാണ് ചെല്ലുന്നത്. പാലം എല്ലാ പട്ടാളക്കാരനും കടന്നു കഴിഞ്ഞാൽ ഉടനെ കമാൻഡർ എന്ത് ചെയ്യുന്നു? ഈ പാലത്തിൽ ബോംബ് ചെയ്യും, പാലം തകർക്കും. അവിടെ യുദ്ധം മുറുകുമ്പോൾ തിരിച്ചോടാൻ നോക്കില്ല, കാരണം പാലമില്ല. ഒന്നിച്ചാകുക, അല്ലെ ശത്രുവിനെ തോൽപ്പിക്കുക, 2 ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോകുന്ന ഓപ്ഷൻ അവിടെ കളഞ്ഞു. ബേൺ ദ ബ്രിഡ്ജ്. ഈ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കാനും നമ്മൾ ഒരുപാട് ബ്രിഡ്ജസ് ബേൺ ചെയ്തേക്കും, ഒരുപാട് പാലങ്ങൾ കത്തിച്ച് കളഞ്ഞെങ്കിലേ. നമ്മളെല്ലാം ഈ പാലം പടന്നുകൊടുത്താണ് പോകുന്നത്. അവിടെ ചില യുദ്ധം മുറുകയാണെങ്കിൽ പാലം ഉണ്ടല്ലോ, പാലത്തേക്ക് ഒരു കൂടുക. കർത്താവിന്റെ പട്ടാളത്തിന് അതില്ല. കർത്താവിന്റെ പട്ടാളത്തിൽ യു ബേൺ ദ ബ്രിഡ്ജ്. നിങ്ങൾ ഈ ശത്രുവിന്റെ രാജ്യത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞ ഉടൻ കമാൻഡർ ബോംബിട്ട് താകും. പറയാം, ഒന്നുകിൽ ഇവിടെ യുദ്ധം ചെയ്ത് ജയിക്കുക, അല്ലെങ്കിൽ ഇവിടെ യുദ്ധം ചെയ്ത് മരിക്കുക, വേറൊരു ഓപ്ഷൻ. അതാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ശത്രുവിനോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്ന പ്രശ്നമില്ല. പക്ഷെ ഒത്തിരിയും വിശ്വാസികൾ യുദ്ധം ചെയ്തിട്ട് ഓടിപ്പോകുന്നവരാണ്. ഓടിപ്പോകുന്ന ആളുകളെ കർത്താവിന് പ്രയോജനമില്ല, ഒരാവശ്യവുമില്ല. യുദ്ധത്തിൽ ജയിക്കുന്നവരെയാണ് കർത്താവിന് വേണം, യുദ്ധത്തിൽ തോൽക്കുന്നവരെ കർത്താവിന് ആവശ്യം.
അപ്പൊ എബ്രായലേഖനം 11 അധ്യായം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 14 മുഴുവൻ യുദ്ധത്തിൽ ജയിച്ച ആളുകളാണ്. യുദ്ധത്തിൽ പരാജയപ്പെട്ട ആളുകളെ കുറിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അവരെല്ലാം യുദ്ധത്തിൽ ജയിച്ചതായിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ മാത്രം കർത്താവിന് മതി. ദൈവരാജ്യവും അതിന്റെ നീതിയും ഒരാൾക്ക് സ്വന്തമാക്കുവാൻ കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിലെ ഒരു ഒന്നാം തര നേട്ടക്കാരനാണ്. ദൈവരാജ്യവും അതിന്റെ നീതിയും കൈവശമാക്കുവാൻ കഴിയും. മുൻപേ അത് അധ്വാനിക്കാനാണ് പറഞ്ഞത്. ഞാൻ ദൈവരാജ്യവും നീതിയും അന്വേഷിച്ച് പോയി. ദൈവരാജ്യത്തിന്റെ നീതി മുഴുവൻ എനിക്ക് കിട്ടി. സത്യവും സ്നേഹവും എന്തെല്ലാം ഉണ്ട് ദൈവരാജ്യത്തിന്റെ നീതിയായിട്ടുള്ളത്, അത് മുഴുവൻ. അതുപോലെ ദൈവരാജ്യം എന്ന ദൈവത്തിന്റെ പരിപാടിയാണ്. ഇന്നത്തെ ദൈവത്തിന്റെ പരിപാടി സുവിശേഷവും സഭയുമാണ്. അത് രണ്ടും എൻ്റെ സ്വത്തായി മാറി. സുവിശേഷവും സഭയും എൻ്റെ സ്വത്താണ്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ പരാജയപ്പെടുന്നു? എനിക്കത് പരാജയപ്പെടാനായിട്ട് സാധിക്കും. പൗലോസ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ തന്റെ ഈ ഓട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ ഓട്ടക്കളത്തിൽ ചിലപ്പോൾ ഓടുവാനായിട്ട് നമ്മുടെ ശരീരം, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ വിശപ്പ്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങള് വലിയ ബാധകമായിട്ട് വരും. ഇപ്പൊ തന്നെ ഉറക്കം തന്നെ എടുക്കാം. ഒത്തിരി ആളുകൾക്ക് ഉറക്കം വലിയൊരു പ്രശ്നമാണ്. അവർ പറയും മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വരും 10 മണിയാകും, പിന്നെ എനിക്ക് നോക്കില്ല, എനിക്ക് 9 മണിയാകും കിടന്ന് തുറന്നു. എനിക്ക് രാവിലെ ഒന്നും എഴുന്നേറ്റെങ്കിലും പാലൊന്നും നോക്കില്ല. ഞാൻ 7 മണിയായി എഴുന്നേക്കത്തുള്ളൂ. എഴുന്നേറ്റ് കാപ്പി ചായ കുടിച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് 10 9 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഞാൻ റെഡിയാകും. മുൻപ് ദൈവരാജ്യ നീതി അന്വേഷിക്കുന്നവർക്ക് അതൊക്കെ ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പല ദിവസങ്ങളിലും 2 മണിയാകുമ്പോഴാണ് എഴുന്നേറ്റത് വെളുപ്പിന്. കാരണം 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ. 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഷേവിങ് ചെയ്ത് കുളിയും കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ചില ബൈബിളൊക്കെ വായിച്ച് ഡ്രസ്സും ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് 4 മണിയാകും പോകും. തിരിച്ചു വരുന്നത് രാത്രി 12 മണിക്കാണ്, 12:30 ഒക്കെ, ചിലപ്പോൾ 1 മണിക്കാണ് വരുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് പോകും. അതിന് അവരെ കുറ്റം ഞാൻ പറയില്ല. അവരുടെ ഫംഗ്ഷൻ അങ്ങനെയാണ്. കർത്താവിനെ സേവിക്കുന്നവർക്ക് ശരീരത്തെ ദണ്ഡിപ്പിച്ച് കിടക്കണം. ഉറക്കം ശരീരം പറയും എനിക്ക് ഉറങ്ങി വെക്കുമെന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനെ പോലെയുള്ളവരെ കണ്ണിന് 2 ഇടി കൊടുക്കും, അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും, അല്ലെങ്കിൽ ഉള്ളി ചതച്ച് കണ്ണിലേക്ക് ഇടും, എന്തെങ്കിലുമൊക്കെ ഇടും. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ഉള്ളി ചതച്ച് ഇടയ്ക്ക് ഉറക്കം കണ്ണിൽ ഒഴിക്കുന്നു. കുറച്ചു നേരത്തേക്ക് നീരിലുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങും. ദണ്ഡിപ്പിച്ച് ശരീരത്തെ വേണം. നമുക്ക് വിശപ്പ് ഇല്ല, നീ കഴിക്കുന്നില്ല, ഇന്ന് 2 മണിക്കൂർ കഴിഞ്ഞേ കഴിക്കുന്നു, ചാവുമെന്ന് നോക്കണം. ഇതൊന്നും ചാവില്ല, അങ്ങനെ ആരും ചത്തിട്ടൊന്നുമില്ല. നമ്മളിന്ന് നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കർത്താവിന്റെ ഇഷ്ടത്തിന് അടിമയാക്കിയിട്ട് നാം നമ്മുടെ ശരീരത്തിന്റെ അടിമകളാണ്, നമ്മുടെ ഉറക്കത്തിന്റെ അടിമകളാണ്, നമ്മുടെ ആഹാരത്തിന്റെ അടിമകളാണ്. അങ്ങനെ നാം ആഹാരത്തിൻ്റെയൊക്കെ അടിമകളാണ്. നാം അതിനെ ആ സമയത്ത് സേവിക്കണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കാനൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കി ദൈവരാജ്യത്തിന്റെ അന്വേഷണത്തിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കാത്ത പക്ഷം നിങ്ങൾക്ക് വിജയിക്കാനൊക്കില്ല. കുറെ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ കേട്ടോ. കർത്താവ് അതൊക്കെ മാനിക്കുകയൊക്കെ ചെയ്യില്ലെന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭിക്കുക. ഒളിമ്പിക്സിന് വിക്ടറി സ്റ്റാൻഡ് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഒളിമ്പ്യൻ എന്ന് പറയാം, ഞാനും ഒളിമ്പിക്സിൽ ഓടിയവനാണ്. അങ്ങനെ ഒളിമ്പിക്സിൽ ഓടിയവരെയൊക്കെ ഒളിമ്പ്യൻ എന്നാ പറയുന്നത്, സമ്മാനം കിട്ടിയല്ലോ എന്നുള്ള വിജയമെന്നാണ്. നിങ്ങൾക്ക് ഒരു ഒളിമ്പ്യനാകാം, പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് ഒരു മെഡൽ കിട്ടുകയില്ല, ഒരു കിരീടം കിട്ടുകയില്ല, നിങ്ങൾക്ക് വേണ്ടി ദേശീയഗാനം പാടുമില്ല. നിങ്ങളൊരു വെറും ഒളിമ്പ്യനായിട്ട് അങ്ങനെ വേണ്ട. നമ്മൾ വിജയിക്കണമെന്ന് ഞാൻ പറയുന്നത്. സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ സാധിക്കുമോ? സാധിക്കുകയില്ല. എനിക്ക് ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്. ഉള്ള കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചാണ് ഇങ്ങനെ പോകുന്നത്. കാലനക്കാൻ വയ്യ, കൈ അനക്കാൻ വയ്യ, ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ഏൽപ്പിച്ച ജോലിക്ക് വിൽക്കാതെ നിൽക്കാൻ ഞാൻ സമ്മതിക്കും. മൂക്ക് ശ്വാസമുള്ളിടത്തോളം കാലം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യും. കാലവിടെ കിടക്കട്ടെ, കൈ അവിടെ കിടക്കട്ടെ, അതിനെനിക്ക്. അപ്പോൾ വിശ്വാസത്താലാണ് നാം അവനെ കൈക്കൊണ്ടതെങ്കിൽ നാം വിശ്വാസത്തിൽ തന്നെ ജീവിക്കണം. അങ്ങനെയാണ് നിങ്ങൾ അവനെ കൈക്കൊണ്ട് വിശ്വാസത്താൽ കൈക്കൊണ്ടതുപോലെ വിശ്വാസത്താൽ തന്നെ ജീവിപ്പിനെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വിശ്വാസത്താൽ കൈക്കൊണ്ടോ അതുപോലെ ജീവിക്കണം. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമുക്കറിയാം, വചന ധ്യാനവും പ്രാർത്ഥനയും അനുസരണവും കൂട്ടായ്മയും സഹായ കൂടിവരവും ഇതിലെല്ലാം വിശ്വസ്തരായിരിക്കും. ഒന്നിലും പുറകോട്ട് പോകാനായിട്ട്. പരീക്ഷയൊക്കെ എടുക്കുന്ന സമയങ്ങളിലും നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ചരിത്രം അങ്ങ് ഓർക്കുകയാണ്. ഞാൻ LLBക്ക് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഇളയപ്പൻ്റെ കൂടെ താമസിച്ചിരുന്നു. LLBയുടെ ഫൈനൽ എക്സാം നടക്കുക. രാത്രി 3 മണിയായപ്പോൾ എൻ്റെ മുറി ലൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ അങ്കിൾ എഴുന്നേറ്റ് വന്ന് നോക്കുക, 3 മണിക്ക് ഞാൻ വെറുതെ ലൈറ്റിട്ട് കിടന്ന് ഉറങ്ങുകയാണോ അതോ പഠിക്കുകയാണോ, പിറ്റേ ദിവസം പരീക്ഷയാണ്. അപ്പൊ അങ്കിൾ വന്നപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വെളുപ്പിന് 3 മണിക്ക് അങ്കിൾ ഇങ്ങോട്ട് ചാടി കയറി വന്ന് പറഞ്ഞു, നാളെ നിന്റെ ബൈബിളിൽ നിന്നാണോ നിനക്ക് ചോദ്യം എന്ന് ചോദിച്ചു. നാളെ നിന്റെ പരീക്ഷയ്ക്ക് ബൈബിളിൽ നിന്നാണോ ചോദ്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു
ബൈബിൾ പഠിക്കാതെ നാളത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഒക്കില്ല. കാരണം എന്താ, അങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നന്നായിട്ട് 2 മണിക്കൂർ വായിച്ചു പോകാമെങ്കിൽ ഞാൻ അതിനു മുമ്പ് വായിച്ചതൊക്കെ എഴുതുമ്പോൾ ഇനി തന്നെ വരുമെന്ന് പറഞ്ഞു. ഞാൻ റാങ്ക് വാങ്ങിച്ചാ ജയിച്ചത് പ്രാവശ്യം. അന്നേരം അങ്ങൾ പറഞ്ഞു, നീ ആ ബൈബിൾ വായിച്ച സമയം കൂടെ പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് 2 മാർക്ക് കൂടെ കൂടുതൽ കിട്ടിയിരുന്നു. കാരണം മുമ്പേ ദൈവരാജ്യം നീതി അന്വേഷിപ്പിന് അതോടുകൂടി തരാമെന്നല്ലേ വാക്ക്. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. സന്ധ്യയ്ക്ക് ബൈബിൾ ക്ലാസ്സിൽ പോയി, ക്ലാസ് എടുത്തു, പിന്നെ വന്നു, ഇരുന്ന് പഠിച്ചു 3-5 മണിക്കൂർ, പിന്നെ ബൈബിൾ വായിച്ചു, പിന്നെ പ്രാർത്ഥിച്ചു, പിന്നെ 3 മണിയായപ്പോ 4 മണിയായപ്പോ കിടന്നുറങ്ങി, 6 മണി കിടന്നുറങ്ങി, പിന്നെ പരീക്ഷയ്ക്ക് പോയി. നമ്മൾ ഈ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കാൻ പഠിക്കണം പ്രിയമുള്ളവര്. ഇതൊക്കെ വെറുതെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നതല്ല. പൗലോസ് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കിയിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ദണ്ഡിപ്പിച്ച് കീഴടക്കുകയാണ്. തനിക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലും സമയത്ത് രോഗം പ്രമാണിച്ച് 2 ആഴ്ചത്തെ അവധി കർത്താവോട് ചോദിച്ചായിട്ടുണ്ടോ? ഇല്ല. ശരിയാ, എനിക്ക് രോഗം ഉണ്ടായിട്ടും ചിലപ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വയ്യാത്തതായിരിക്കും സ്ഥിതികൾ വന്നിട്ടുണ്ട്. അത് കർത്താവ് അറിയുന്നു. എങ്കിലും അതെന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അങ്ങനെ നാം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തെങ്കിലും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളാണ് 119 സങ്കീർത്തനത്തിന്റെ 100 മുതലുള്ളതായിരിക്കുന്ന വാക്യം, 97 മുതൽ 100 വരെയുള്ള വാക്യം. നമുക്കെല്ലാം അറിയാം. അവിടെ ദാവീദാണെന്ന് വിചാരിക്കുന്നു. പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ എൻ്റെ ശത്രുക്കളേക്കാൾ മിടുക്കനാന്ന് പറഞ്ഞു, എൻ്റെ ഗുരുക്കന്മാരെക്കാൾ ഞാൻ മിടുക്കനാന്ന് പറഞ്ഞു, പ്രായമുള്ളവരെക്കാൾ ഞാൻ മിടുക്കനാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ ന്യായപ്രമാണം ധ്യാനിക്കുന്നു. ഞാൻ ന്യായപ്രമാണം ധ്യാനിക്കുന്നു. എന്റെ ഗുരുക്കന്മാരെന്നെ പഠിപ്പിച്ചവരാ, പക്ഷെ അവർ ന്യായപ്രമാണം വേണ്ടവണ്ണം ധ്യാനിച്ചില്ല. ഗുരുക്കന്മാരെന്നെ പഠിപ്പിച്ചു, ഞാൻ ന്യായപ്രമാണം കൊണ്ട് ധ്യാനിച്ചപ്പോൾ ഫലം എന്താണെന്നറിയോ? ഗുരുക്കന്മാരുടെ അറിവേ അധികം, ന്യായപ്രമാണത്തിലെ അറിവേ സമം മിടുക്കൻ. അങ്ങനെയാ ദാവീദ് പറഞ്ഞത്. അതുപോലെ വയോധികന്മാരുണ്ട്, വളരെ വയോധികന്മാർ, വർഷങ്ങളുടെ പരിജ്ഞാനവും പാകതയും പക്വതയും ഒക്കെ എത്തിയതാണ്. ദാവീദ് പറഞ്ഞാൽ അവരെക്കാൾ വിവേകമുള്ളവനാണ്. എന്താ ദാവീദ് രഹസ്യം? ന്യായപ്രമാണം ധ്യാനിക്കുന്നു, ന്യായപ്രമാണം ധ്യാനിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതൊരു ഒരു വലിയ പാഠമായിട്ട് എടുക്കുക. ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കരുത്. മുൻതൂക്കം കൊടുക്കണമെന്നുള്ളത് ശരിയാണ്, പക്ഷേ മറ്റേ കാര്യങ്ങൾ ചെയ്യണം. അതിന് 1-ാം സ്ഥാനം കൊടുക്കരുത്. 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ഒക്കെ കൊടുത്ത് ചെയ്യണം. പഠിത്തത്തിന് 2-ാം സ്ഥാനം 3-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് പഠിത്തത്തിന് 2-ാം സ്ഥാനം 3-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഒന്നും പുറകിൽ പോവില്ല. നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ മുന്നിൽ നിൽക്കാനൊന്നും ശ്രമിക്കണ്ട. ദൈവം നിങ്ങൾക്ക് തന്ന കഴിവനുസരിച്ച് വിജയിക്കാൻ മാത്രം ശ്രമിച്ചാൽ. മറ്റവരോട് കമ്പീറ്റ് ചെയ്യാൻ പോകരുത്. മറ്റുള്ളവരുടെ വിജയമല്ല നിങ്ങളുടെ വിജയം. അപ്പൊ ന്യായപ്രമാണം എത്രയോ പ്രിയം. ഇടവിടാതെ എന്റെ വചനം ഞാൻ ധ്യാനിക്കുന്നു, വചനത്തെ എപ്പോഴും എൻ്റെ പക്കൽ സൂക്ഷിക്കുന്നു, പ്രമാണങ്ങളെ ഞാൻ അനുസരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു, ശത്രുക്കളേക്കാൾ ബുദ്ധിയുള്ളവർ, ഗുരുക്കന്മാരെക്കാൾ ബുദ്ധിമാൻ, വയോധികരേക്കാൾ വിവേകമുള്ളവർ. എത്ര നല്ല വാക്യങ്ങളാണ്. അതൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ കർത്താവ് എനിക്കിങ്ങനെ വിവേകമുള്ളവനാകാൻ, ജ്ഞാനിയാകാൻ, എങ്ങനെ എനിക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്യകളെ എനിക്ക് എങ്ങനെ വിജയകരമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് കഴിയും, അതിനുള്ള ഉത്തരം നീ വചനം ധ്യാനിക്കുക, വചനം ധ്യാനിക്കുക, വചനം പഠിക്കുക, വചനം അനുസരിക്കുക. അതാണ് ഉത്തരം. ആ ഒരു ജീവിതശൈലി നമ്മളെ വളരെയധികം വിജയിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. ഞാൻ ഒരു സ്ഥലത്തായിരിക്കും, ഒരു സഭയിലായിരിക്കും, അവിടെ 2 പെൺകുട്ടികൾ 2 എൻട്രൻസിന് വേണ്ടി പഠിക്കുക. ഒരാൾ ഞായറാഴ്ചയാണ് അവിടെ എൻട്രൻസ് കോച്ചിങ് ഉള്ളത്, ആ കോച്ചിങ്ങിന് പോയി പഠിച്ചു. മറ്റേ കുട്ടി എൻട്രൻസ് കോച്ചിങ്ങിന് പോയി ഞായറാഴ്ച സഭായോഗത്തിൽ. അപ്പോൾ അവർ മാതാപിതാക്കൾ പറയും, ഇങ്ങനെ മോളെ പഠിച്ചാൽ എങ്ങനെ നിനക്ക് എൻട്രൻസ് കിട്ടുന്നത്? രസകരമായ കാര്യം, എൻട്രൻസിന് പഠിച്ച ഞായറാഴ്ച പോയി എൻട്രൻസിന് പഠിച്ച കൊച്ചിന് കിട്ടിയില്ല, ഞായറാഴ്ച എൻട്രൻസിന് പോകാതെ പഠിച്ച കൊച്ചിന് കിട്ടുകയും ചെയ്തു. ഞാൻ വിചാരിക്കുന്നു, മിടുക്കി ആരാരെന്ന് ചോദിച്ചാൽ എൻട്രൻസിന് പോയ കൊച്ച. അതാണ് കുറച്ചുകൂടെ മിടുക്കി. അത് പഠിക്കുകയും ചെയ്തു, എൻട്രൻസിന് പോയി, കോച്ചിങ്ങും കിട്ടി, എല്ലാം കിട്ടി, പക്ഷെ അത് കിട്ടിയില്ല. ഒരിക്കലും മറ്റേന് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഒരാളെ കർത്താവ് പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു തെള്ളു കൊടുത്തു, മറ്റേ ആണ്ട് മുന്നേ. ആ തെള്ളില് കർത്താവ് ആ തെള്ള കൊള്ളാണ്ട് മാത്രമേ അറിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞില്ല. കർത്താവ് അങ്ങനെ ഒരു കാര്യമുണ്ട്. എല്ലാവരും ഇങ്ങനെ ലൈനപ്പ് വയ്ക്കുമ്പോൾ കർത്താവിന് വേണ്ടിയൊക്കെ പഠിച്ച ആളുകൾ ഇവിടെ നിൽക്കും. കർത്താവ് എല്ലാം പറയും, അല്ലേ? കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചെറിയ തെള്ള, ആരും അറിയില്ല. അതൊക്കെ കർത്താവിന്റെ രീതിയാണ്. മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക, അതോട് തരാമെന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് ദൈവം ചെയ്യുന്നത്. നമ്മൾ കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർ മറ്റുള്ളവരോടല്ല കമ്പീറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരുമായിട്ടല്ല മത്സരിക്കുന്നത്. മറ്റുള്ളവർ തമ്മിൽ മത്സരിക്കുമ്പോൾ ഇവിടെ മത്സരിക്കാതെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് അത് ജീവിക്കുന്നത്. ദൈവം അത് സാധിപ്പിക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാൻ അനുഭവങ്ങൾ പറയാനായിട്ട് പോകുന്നില്ല.
ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തില് ദൈവ സംബന്ധമായുള്ള സമർപ്പണത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ആവർത്തനം 6-ാം അധ്യായത്തിൽ മോശയുടെ പ്രസംഗങ്ങൾ, ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് മോശയുടെ 4 പ്രസംഗങ്ങളാണ്. അതിന്റെ 1-ാമത്തെ പ്രസംഗമാണ് ഈ 6-ാം അധ്യായത്തിൽ. ആ പ്രസംഗത്തില് മോശ പറയുന്നത് എന്താണെന്നറിയാം? ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട ജാഗ്രതയോടെ അനുസരിച്ച് നടക്കും. അതാണ് പല കാര്യങ്ങൾ പറഞ്ഞു. നീ കേട്ട ജാഗ്രതയോടെ അനുസരിച്ച് നടക്കും. ദൈവവചനം കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുന്ന ആളുകൾക്ക് ദൈവം വളരെ വലിയ വിജയം കൊടുക്കുന്നതിൽ യാതൊരു സംശയവും. ചില സമയങ്ങളിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് വിഷമിച്ച സാഹചര്യങ്ങളൊക്കെ. രസകരമായ കാര്യം, കർത്താവിന്റെ ഈ ഒരു കുന്തുണ്ട്, ഒരു തള്ളുണ്ടല്ലോ, പുറകിൽ നിന്നൊരു തള്ള്. ആ തള്ളിൽ എല്ലാവരും കവിച്ച് മുന്നിൽ ചെന്നേക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മൾ തള്ളിക്കയറി പോയതല്ല, കർത്താവ് തള്ളിയോട് കൊണ്ടിട്ട്. അങ്ങനെയൊക്കെ കർത്താവ് ചെയ്യുന്നവനാണ്. അത് അനുഭവിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ഈ ആവർത്തനം 6-ാം അധ്യായത്തില് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെ ശ്രദ്ധിച്ചനുസരിക്കണം. ഇസ്രായേലിയെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 4-5 വാക്യങ്ങൾ ദൈവം പറയാണ്, ഇസ്രായേലിനോട് പറയാണ്, നീ ഇതൊക്കെ ചെയ്യണം. ഈ വാക്യങ്ങൾ തന്നെയാണ് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളില് ഇത് തന്നെയാ പറഞ്ഞത്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും സേവിക്കണം. ഇത് തന്നെ വാക്യം, ഇതിന്റെ സമൃദ്ധി തന്നെ അവിടെ. എന്താ ഈ പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ആത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ സർവത്ര മേഖലകളും കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത, ബുദ്ധി, വികാരം, ഇച്ഛാശക്തി, അതാണ് മനസ്സ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വിലമതിക്കുന്ന, സ്നേഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക ശക്തിയാകാം, ബൗദ്ധിക ശക്തിയാകാം, നമ്മുടെ സാമ്പത്തിക ശക്തിയാകാം. അതെല്ലാം ദൈവത്തെ സ്നേഹിക്കാൻ ഉപയോഗിക്കണം. നമ്മുടെ സാമ്പത്തിക ശക്തിയൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ മേഖലകളിലും കർത്താവിനെ സ്നേഹിക്കാനായിട്ട് നാം തീരുമാനിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അത് വലിയ അനുഗ്രഹങ്ങളാണ്. ഒരിക്കലും നമുക്കത് മനസ്സിലാവില്ല. അത് അങ്ങനെ ചെയ്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ, ഇല്ലാത്തവർക്ക് മനസ്സിലാവും. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. വളരെ പ്രശസ്തനായ ഒരു ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ എന്ന് ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിക്കാറ്. ചില ആളുകൾ കർത്താവിന് കൊടുക്കുക എന്ന് പറഞ്ഞ് കയ്യിലുള്ളതെല്ലാം കർത്താവിന് കൊടുത്തേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കും. എനിക്കത് കേട്ട് ജീവിക്കുന്നു. കർത്താവിന് വേണ്ടി കയ്യിലുള്ളതെല്ലാം കൊടുക്കുന്നതിന് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കില്ല. മറ്റുള്ളവർ കൊടുത്തിട്ടും അല്ലാതെ ജീവിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് ദൈവം കൊടുപ്പിക്കുക എന്നുള്ള കാര്യം ശരി. പക്ഷെ ഒന്നുമില്ല എന്ന് അവർ പറയില്ല. എനിക്കുള്ളതെല്ലാം, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട് എന്നേ പറയും. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്, മുഴുവൻ അവിടെയുണ്ട്. അവൻ്റെ സമയത്ത് അവരെ തരും. അതെത്ര അതിശയകരമായിട്ടാണ് നടക്കുന്നറിയാം. അപ്പൊ നമ്മുടെ ചിന്തയും വികാരവും തീരുമാനവും ശരീരശക്തിയും സാമ്പത്തിക ശക്തിയും നമ്മുടെ മാനസിക ശക്തിയും എല്ലാം നമ്മൾ ഉപയോഗിക്കണം. എല്ലാം കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുവാൻ ഉപയോഗിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു പരീക്ഷയായിരുന്നു ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നത്. ഒരു മനുഷ്യന് തന്റെ വാർദ്ധക്യത്തിൽ തന്റെ ഏകജാതനായ മകനെ, ആ മകൻ സംബന്ധിച്ച് ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം ചെയ്യുകയും ചെയ്തതാണ്. എന്നിട്ട് അവനെ കൊണ്ടുപോയി വെട്ടി നുറുക്കി തീ കത്തി യാഗമാക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന സുബോധമുള്ള ഏതപ്പനാ ചെയ്യുന്നത്? ചെയ്യാതിരിക്കാൻ ഒരുപാട് ന്യായമില്ലേ? ദൈവം അങ്ങനെ പറയില്ല. നരബലി ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞാൽ സാത്താൻ എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി എടുത്ത് അത്ര വന്നുകൂടെ പറയാം. പക്ഷെ അബ്രഹാം അങ്ങനെയൊന്നുമില്ല. അബ്രഹാം മനസ്സിലാക്കി ദൈവം പറഞ്ഞത് അർത്ഥമാക്കിയത് അത് തന്നെയാണ്. ഈ മകനെ കൊണ്ട് കൊല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അവനെ കൊണ്ട് രാവിലെ എഴുന്നേറ്റ് പോയി അവനെ പിടിച്ച് കെട്ടി യാഗശാലയിൽ കിടത്തി കത്തി എടുത്തു. ദൈവം പ്രവർത്തിക്കുന്ന പലപ്പോഴും ലാസ്റ്റ് മൊമെന്റിലാണ്. നമ്മുടെ ആശയെല്ലാം നഷ്ടപ്പെട്ടു, ഇനിയും രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവർ നടന്നങ്ങനെ പോയപ്പോൾ അബ്രഹാം ഒരു കാര്യം പറയാം, ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞാൽ കേട്ടോ, നീ ചെയ്യുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകും എന്ന് പറഞ്ഞില്ല. അവനെ പിടിച്ച് കെട്ടി, കയ്യും കാലും കെട്ടി, വിറകിന്റെ മേലെ അടുത്ത് തീയും എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ച് കത്തിയെടുത്ത് വെട്ടാൻ ആ കത്തിയും അവന്റെ ചെറുക്കന്റെ കഴുത്തും തമ്മിൽ ഒരു 1/4 ഇഞ്ച് അകലെ ഉള്ളപ്പോഴാണ് ദൈവം പറഞ്ഞത് സ്റ്റോപ്പ് ഇറ്റ്. നല്ല ബ്രേക്ക് ഉണ്ടെന്ന് അറിയാൻ അബ്രഹാം, നല്ല ബ്രേക്ക് ഉണ്ട്. നമ്മളൊക്കെയാണ് എന്ന് പറയുന്നത്, എന്തൊരു കഷ്ടപ്പെട്ട ഞാൻ ഈ ഒരു സ്ഥിതിയിലേക്ക് വന്നെന്നറിയാമോ? എത്ര നാളായിട്ട് ഞാൻ സൈക്ക് ചെയ്ത് വന്ന്, ഇനി ഏതായാലും വെട്ടി തകർത്തിട്ട് തന്നെ കാര്യം. നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അവിടെ, അബ്രഹാമിന്റെ കയ്യിൽ നിൽക്കത്തുള്ളൂ അവിടെ.
ഒരു വലിയ പ്രശസ്തനായ കലാകാരൻ ആ സീൻ അത് പെയിന്റ് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് വിട്ടാൽ വലത്തേക്ക് കൊണ്ട് വരുമ്പോൾ ദൂതൻ ഇങ്ങനെ വന്നിട്ട് കയറി ഒറ്റപ്പിടിയാ. ആ കഴുത്തും കത്തിയും കൂടി ഇങ്ങനെ ഒരു 4 ഇഞ്ച് അകലെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കും. അബ്രഹാമെ കൈവയ്ക്കുന്നത്. അങ്ങനെ കയറി ദൂതം പിടിക്കേണ്ട ആവശ്യം വന്നു കാണില്ലെന്ന് എന്റെ വിചാരം. അബ്രഹാമെ നിർത്തുന്നു പറഞ്ഞപ്പോൾ അവിടെ നിന്നു. നല്ല ഫസ്റ്റ് ക്ലാസ് ബ്രേക്കുള്ള ഒരു മനുഷ്യൻ അബ്രഹാം. പോകാൻ പറഞ്ഞാൽ പോവും, നിർത്താൻ പറഞ്ഞാൽ നിൽക്കും. നമുക്ക് എന്താന്ന് ചോദിച്ചാൽ പോകാൻ പറഞ്ഞാൽ പോകില്ല. ഇനിയും പോകാൻ തുടങ്ങി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. മുഴുവനും തകർത്ത് നിൽക്കും. വെട്ടി ചാമ്പയാക്കിട്ട് ചോദിക്കും, എന്താ ഇഷ്ടമായോ, തൃപ്തിയായോ എന്ന് ചോദിക്കുന്ന കൂട്ടരാണ് നമ്മൾ. ദൈവം പറഞ്ഞു, മുൻപേ നീ എന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കാൻ, അതുകൊണ്ട് നിനക്ക് സകലവും തരാം. നിന്റെ ഈ മകളിൽ നിന്നും ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളെ വർദ്ധിപ്പിക്കാൻ എനിക്ക് കഴിയും. അവനെ യാഗമാക്കാനും ചാരത്തിൽ നിന്ന് ഉയർപ്പിക്കാനും കഴിയുമെന്ന് അങ്ങനെ അബ്രഹാം വിശ്വസിച്ചത്. ചാരത്തിൽ നിന്ന് ഉയർത്തി നിൽക്കുന്നു ഇബ്രാഹിം അങ്ങനെ പറയും. അബ്രഹാം കണക്കൂട്ടിയതുപോലെയല്ല ദൈവം കണക്കൂട്ടി. അപ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. അത് അത്ഭുതകരമായ രീതിയിലാണ് ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നത്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവം അത് വർക്കൗട്ട് ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നാം അങ്ങ് അനുസരിച്ചാൽ മതി. ബാക്കി കാര്യങ്ങള് കർത്താവ് ചെയ്തോളൂ. നമ്മുടെ ചിന്തകളൊക്കെ എങ്ങനെയാ ഞാൻ ഒന്നാമനാകുന്നത്, എങ്ങനെ എനിക്ക് സമ്പന്നനാകാം, എങ്ങനെ എനിക്ക് ഡോക്ടറാകാം, എൻ്റെ കൊച്ചിനെ എങ്ങനെ എഞ്ചിനീയറാക്കാം, എനിക്ക് എങ്ങനെ വീട് പണിയാം, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം എങ്ങനെ നടക്കും. നമ്മളിങ്ങനെ 100,000 കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങളെ ഇങ്ങനെ സമയം കഴിയാം. അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സാധിക്കും, പലതും ദൈവഹിത പ്രകാരമായിരിക്കില്ല. നമ്മൾ അതിന്റെ ഭവിഷ്യത്തുകൾ പിന്നെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാം അത് വേണ്ടായിരുന്നു. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിച്ച ഭക്തന്മാരാണ് ലോകത്ത് ഒരുപാട് ഭക്തന്മാരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ സാക്ഷ്യം പറയും. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ജോസഫിനോട് ചോദിച്ചാൽ ജോസഫ് പറയും, ഇസാക്കിനോട് ചോദിച്ചാൽ ഇസാക്ക് പറയും, യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, മോശയോട് ചോദിച്ചാൽ പറയും, കാലേബിനോട് ചോദിച്ചാൽ പറയും, യോശുവയോട് ചോദിച്ചാൽ പറയും, ഏലീശയോട് ചോദിച്ചാൽ പറയും, ഏലിയാവിനോട് ചോദിച്ചാൽ പറയും, നെഹമ്യാവിനോട് ചോദിച്ചാൽ പറയും, ദാനിയേലിനോട് ചോദിച്ചാൽ പറയും, ഇയ്യോബിനോട് ചോദിച്ചാൽ പറയും. അങ്ങനെ പഴയ നിയമത്തിൽ എന്തോരം ഭക്തന്മാരുണ്ട്. അവരോടൊക്കെ ഈ മുൻപ് ദൈവരാജ്യം നീതി അന്വേഷിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ചോദിച്ചാൽ അവർ പറയും നന്മ മാത്രമേ ഉണ്ടാകും. അതെങ്ങനെയാ നന്മ ഉണ്ടാകുന്നത് അത് പറയാൻ നമുക്കറിയത്തില്ല. അത് എങ്ങനെയാ ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഭാഗം അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഭാഗം അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. അനുസരിക്കുന്ന നാമും അനുഗ്രഹിക്കുന്നത്. അപ്പൊ നാം ഇങ്ങനെ ഇരുന്ന് വിഷമിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ദൈവത്തെ അങ്ങ് സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കാം, എൻ്റെ ദൈവത്തിന്റെ കൽപ്പനകൾ എങ്ങനെ എനിക്ക് പൂർണ്ണമായി അനുസരിക്കാം എന്ന് ചിന്തിച്ച് അവരുടെ ഹൃദയത്തെ ദൈവികമായ ചിന്ത കൊണ്ട് നിറയ്ക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ദൈവം അതങ്ങ് നടത്തി കൊടുക്കും വളരെ ഭംഗിയായി. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിച്ച അനേക ഭക്തന്മാര് ഞാൻ പറഞ്ഞ പോലെ ഈ ലോകത്തുണ്ട്. ഞാൻ കുറെ ആളുകളുടെ പേര് പറഞ്ഞല്ലോ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഒരുപാടുണ്ട്. സ്നാപക യോഹന്നാൻ അങ്ങനെയുള്ളായിരുന്നു, എലിസബത്ത് അങ്ങനെയുള്ളായിരുന്നു, മേരി അങ്ങനെയുള്ളായിരുന്നു, ജോസഫ് അങ്ങനെയുള്ള ആളായിരുന്നു, ഇയ്യോബ് പഴയ നിയമത്തിലുള്ള ആളാണ്, ദാനിയേൽ നെഹമ്യ അവരൊക്കെ പഴയ നിയമത്തിലുള്ളതാണ്. എന്നാൽ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, തിമോഥെയോസ്, തീത്തോസ്, ബർന്നബാസ് ഇങ്ങനെ എന്തോരം ആളുകൾ അവരുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തെ സ്നേഹിച്ച ആളുകളാണ്. അവർക്കൊക്കെ വലിയ സാധ്യതകൾ ലോകത്തുണ്ടായിരുന്നു. പൗലോസ് തന്നെ പറഞ്ഞില്ല, എൻ്റെ സമപ്രായക്കാരെല്ലാവരെക്കാളും ഞാൻ യഹൂദമതത്തിൽ അഡ്വാൻസ് ചെയ്ത ആളാണ്, പക്ഷേ എനിക്ക് ലാഭമായിരുന്ന എല്ലാം ഛേദമെന്ന്. അതുകൊണ്ടെന്ന് ചപ്പും ചവറും ഇടുന്നിടത്തുകൊണ്ട് കച്ചറ ഇടുന്നിടത്തെന്ന് പറയും വടക്കേ ഇന്ത്യക്കാര്. കച്ചറ ഇടുന്നിടത്തുകൊണ്ട്, വേസ്റ്റ് ഇടുന്നിടത്തുകൊണ്ട്, ആ കൊണ്ടിടുന്നതായിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ തഴച്ചു വളർന്ന് തേങ്ങയൊക്കെ കൊല കൊലയായിട്ടുണ്ടാകുന്ന കാണാം. നമ്മൾ പ്രിയം വെച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന സാധനങ്ങളോട് ഇട്ട് കൊടുത്താൽ മതി, ദൈവം അതിനെ അങ്ങ് അനുഗ്രഹിച്ചു കൊടുക്കും. അപ്പൊ നാമും ഈ പറഞ്ഞ പേര് പറഞ്ഞ ആളുകളെ പോലെയൊക്കെ നമുക്കുമായി തീരാനായിട്ട് സാധിക്കുന്നതാണ്. സാധിക്കാഴികയൊന്നുമില്ല, ഒക്കെ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ നമുക്കും തീർച്ചയായിട്ടും. അപ്പൊ ദൈവത്തെ നാം സ്നേഹിക്കണം. അത് നമ്മുടെ ഒന്നാമത്തെ വ്യവസ്ഥയാണ്. മുൻപേ ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ. ഭാഗികമായ സ്നേഹമേ അല്ല. ഭാഗികമായ സ്നേഹം എങ്ങനെ സ്നേഹമാകും? പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹമുള്ള സ്നേഹമെന്ന്. ഭാഗികമായ സ്നേഹം ഭാഗികമായ വെറുപ്പാണ്. കാരണം ബാക്കി സ്ഥലം എന്താ ഉപയോഗിക്കുന്നത്? 1/2 ഗ്ലാസ് സ്നേഹവും ബാക്കിയുള്ളത് പിന്നെന്താ സ്നേഹമില്ലായ്മയായാൽ അതുകൊണ്ട് പ്രയോജനം. നാം സ്നേഹം തന്നെ കൊടുക്കണം. രണ്ടാമത് നമുക്ക് വിജയിക്കണമെങ്കിൽ ആവശ്യമായിരിക്കുന്ന മറ്റൊരു മേഖല ഞാൻ നിങ്ങളോട് അല്പമായിട്ട് പറയാം. അത് കുടുംബസംബന്ധമായ നമ്മുടെ അച്ചടക്കമാണ്. കുടുംബസംബന്ധമായ അച്ചടക്കം അത് പ്രധാനപ്പെട്ട മേഖലയാണ്.
ദൈവസംബന്ധമായ അച്ചടക്കം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കും. കുടുംബസംബന്ധമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുക. സഭ ക്രിസ്തുവിന് കിടങ്ങിയിരിക്കുന്ന പോലെ ഭർത്താക്കന്മാർ കണ്ട് ക്രിസ്തുവും സഭയും ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയും. ഭാര്യാഭർത്തൃ ജീവിതത്തിന് നിലവാരമായി വെച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും സഭയും. സഭയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കച്ചറ സഭകളൊന്നുമല്ല. സത്യസഭ, സാർവത്രിക സഭ എന്ന് പറയുന്ന സഭയുണ്ട്. രക്ഷിക്കപ്പെട്ടവരെ മാത്രം കർത്താവ് സഭയോട് ചേർക്കുന്ന ആ സഭ. നമ്മൾ ചേർക്കുന്നിടത്ത് കുറച്ച് രക്ഷിക്കപ്പെട്ടവരും ചേർക്കും, രക്ഷിക്കപ്പെടാത്തവരും ചേർക്കും. രക്ഷിക്കപ്പെട്ടാന്ന് പറയും, പറയും, ഏറ്റൊക്കെ പറയും. ശരി, നമ്മൾ ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണല്ലോ സ്നാനപ്പെടുത്തുന്നത് പറയുന്നത്. നിന്റെ വിശ്വാസത്തിന് നിന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിനെ സ്നാനപ്പെടുത്തുന്നു. നിന്റെ ഏറ്റുപറച്ചിൽ ശരിയാണെന്നല്ലോ എനിക്കറിയില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. അവിടെ നിന്നെ സ്നാനപ്പെടുത്തി ശരിയാണെന്ന് എനിക്കറിയില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. പിന്നെ ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുക, അത്ര ചെയ്യാൻ. പക്ഷെ കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുമ്പോൾ സംശയമൊന്നും വെച്ചാൽ ഇവൻ രക്ഷിക്കപ്പെട്ടാന്ന് വലിയ. എൻ്റെ ചെറുപ്പത്തില് വീട്ടിൽ നാളികേരം ഒരുപാടുണ്ടായിരുന്നു. 2000 നാളികേരമൊക്കെ ഈ ഒരു 40 ദിവസം കൂടും വെട്ടി ഇങ്ങനെ വിൽക്കുമായിരുന്നു. അപ്പച്ചൻ മിക്കവാറും എന്നോട് പറയുന്നത്, മോനെ പിന്നെ മത്തായച്ചൻ എന്നാ പേരിനെ ആദ്യം വാങ്ങാൻ വരുന്നത്, മത്തായച്ചൻ വരിക എന്താ തേങ്ങ എണ്ണി കൊടുത്തേക്കണേന്ന്. അപ്പോൾ മത്തായച്ചൻ തേങ്ങ എണ്ണുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ മനസ്സിലായില്ല. ലാഭം വീതം ഒന്നെന്ന് പറഞ്ഞ എണ്ണുന്നത്, ലാഭം വീതം 2 തേങ്ങ അധികം ഇടും, പിന്നെ ഒന്നെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ ഈ ലാഭവും വീതവും തേങ്ങയല്ലേ എന്ന് ചോദിക്കും. എടാ നിനക്കറിയില്ല, നീ കൊച്ചി ഇറക്കുന്ന അങ്ങനെ തേങ്ങ എണ്ണുന്നത്, ലാഭം വീതം 1. ഇപ്പൊ 2 തേങ്ങ കൂടെ പോയി. എന്നിട്ട് ഇങ്ങനെ എണ്ണി എന്നെല്ലാം കുലുക്കി എണ്ണുന്നത്, കുറേ തേങ്ങ ശേഷിക്കും. അപ്പൊ എന്നോട് ചോദിക്കും, അല്ല ഈ തേങ്ങ, ഞാൻ പറയാം തേങ്ങ ഇല്ലയെന്ന് ചോദിക്കും. തേങ്ങയാ, പക്ഷെ അത് വലിപ്പം കുറഞ്ഞത്. അപ്പൊ പുള്ളിക്കാൻ 2 തേങ്ങ വീതം എടുത്ത് 2 തേങ്ങ വീതം എടുത്ത് ഒന്നേന്ന് എണ്ണും. ഞാൻ പറയാം അത് ശരിയാവില്ലെന്ന് പറയും. 2 തേങ്ങ 2 എണ്ണണം. അല്ല അങ്ങനല്ല പോലെ, നിനക്കറിയില്ലെന്ന് പറയും. ഇങ്ങനെ എണ്ണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 തേങ്ങ വീതം ഒന്നേന്ന്. അത്രയും വരുമ്പോൾ ഞാൻ പറയാം അവിടെ ഇട്ടേര്, ഞങ്ങൾ അരച്ചോളാന്ന് പറയും. ഈ കർത്താവ് ഇങ്ങനെ 2 വീതം വെച്ച് 3 വീതം വെച്ച് ഒന്ന് രക്ഷിക്കപ്പെടാന്നും പറഞ്ഞ് സ്നാനപ്പെടാന്നും പറഞ്ഞ് സഭ എടുക്കുകയില്ല. അത് ശരിക്കും ഒരെണ്ണം തന്നെ കുളിക്കാൻ നല്ലതാന്ന് തോന്നുന്നു. അതേ കർത്താവ് എണ്ണി എടുക്കത്തുള്ളൂ. മറ്റൊക്കെ മനുഷ്യന്റെ എണ്ണല്ല, കർത്താവിന്റെ എണ്ണല്ല. ശരിക്കും രക്ഷിക്കപ്പെട്ടു, പക്കാ രക്ഷിക്കപ്പെട്ടു. അവരെ നമുക്കൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ അവരുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക്, പിൽക്കാല പ്രവർത്തനങ്ങൾ കൊണ്ട് അറിയാം. അവർ ഏറ്റുപറച്ചിൽ മാത്രം കേട്ട് നമുക്ക് അങ്ങനെ പറയാനായിട്ട് ഒക്കില്ല. എങ്കിലും ചില ആളുകൾ അവരുടെ വിശ്വാസം ഏറ്റുപറയുന്നു, സാക്ഷ്യം പറയുന്നു കേൾക്കുമ്പം നമുക്ക് തന്നെ തോന്നുന്നു ഇവർ രക്ഷിക്കപ്പെട്ടത് അല്ലായിരിക്കാൻ യാതൊരു സംശയവും, ഒരു സംശയം. അത്ര വ്യക്തമായിട്ട് ഒരു സാക്ഷ്യം പറയും. ചിലരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കറിയാം. 10 പിള്ളേർ സ്നാനപ്പെടാൻ വന്ന 1ാമത്തെ അവന്റെ സാക്ഷ്യം തന്നെയാണ് പിന്നെ 9 പേരും പറഞ്ഞത്. ഒരേ സാക്ഷ്യം. ഇത്രമാണ് ഞാൻ കർത്താവിനെ വിശ്വസിച്ചു, സ്നാനം കർത്താവിന്റെ കൽപ്പനയാണ്, സ്നാനം ഏൽക്കാൻ ആഗ്രഹിക്കുന്നു, സ്നാന ശിഷ്യത്തിന് വേണ്ടിയുള്ളത് ഞാൻ സഭയെ സ്നാനപ്പെട്ടു. അടുത്ത ആള് പിന്നെ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനം കർത്താവിന്റെ കൽപ്പനയാണ്, ശിഷ്യത്വം. എന്റെ മോളെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾ പറഞ്ഞത് ജയിപ്പ് ചെയ്തിട്ട് എല്ലാവരും അങ്ങ് പ്ലേ ചെയ്താൽ മതിയിൽ 10 പ്രാവശ്യം എല്ലാവർക്കും വേണ്ടി. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്നാനപ്പെടുത്തി എടുക്കുന്നത്. അങ്ങനെ സ്നാനപ്പെടുത്തി എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളേരെ പറ്റി നമുക്ക് വലിയ പ്രത്യാശയൊന്നുമില്ല. ഓരോന്ന് കേൾക്കുന്നില്ലേ? ഇപ്പോഴത്തെ ഓരോ പിള്ളേരെ പറ്റി കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങളുടെ തല തെറിച്ചു. അത്രയും കാര്യങ്ങളാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പിള്ളേർ. പക്ഷെ എന്താ രക്ഷിക്കപ്പെടാതെ നമ്മളെങ്ങനെ അറിയുന്നത് രക്ഷിക്കപ്പെട്ടാന്നോ? ഈ കുടുംബജീവിതത്തിന്റെ അച്ചടക്കം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയാവും. കുടുംബം സംബന്ധിച്ചുള്ള അച്ചടക്കം അങ്ങനെ പൊടുന്നനവയൊന്നും ഉണ്ടാകുന്ന, തലമുറകളായിട്ട് നന്മകളും തിന്മകളും അരച്ച് കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയ ഗുളികയാ പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. തലമുറയായിട്ട് വല്യപ്പന്റെ കാലം മുതൽ അരച്ചെടുത്ത തിന്മയും നന്മയും കൂടെ മിക്സ് ചെയ്ത് അതാ നമ്മൾ മക്കൾ, അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ എന്നെ സംഭവിക്കുന്നറിയാമോ? തലമുറകളായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കടിക്കുകയും ഇറങ്ങിപ്പോവുകയും മാസങ്ങൾ പിരിഞ്ഞു നിൽക്കുകയും പിന്നെ മധ്യസ്ഥന്മാരെല്ലാം കൂടെ ശ്രമിച്ച് വീട് വരെ കൂട്ടിച്ചേർക്കുകയും 1-2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അടിച്ച് പിരിയുകയും ഒക്കെ ചെയ്യുന്ന കുടുംബത്തിലെ ചെറുക്കനും പെണ്ണുമായി കല്യാണം കഴിക്കാൻ വരുന്നത്. അവർ നിന്ന് അവിടെ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ 1 മാസം 2 മാസമൊക്കെ സ്മൂത്തായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ തലമുറകളായിട്ട് മല്ലടിച്ച് കിടന്ന കുടുംബങ്ങളാണ്. അവിടെ നിന്നൊക്കെ ചെറുക്കനും പെണ്ണും വന്നു. അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ചെയ്തത് ഇങ്ങനെ തന്നെയാണ്. അവർ1 മാസം 2 മാസമൊക്കെ ഒരുമിച്ച് ജീവിക്കും, അതിനിടെ കുറെ വഴക്കുണ്ടാകും, അതിനുശേഷം ഒരു ദിവസം വഴക്കങ്ങ് മൂക്കും, അമ്മ ഇറങ്ങി അങ്ങ് പോകും അമ്മയുടെ വീട്ടില്. പിന്നെ അപ്പനൊരു ദിവസം വിളിക്കാൻ ചെല്ലും, അപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ വഴക്ക് പറഞ്ഞ് ചാടിക്കും. പിന്നെ ഒരു മധ്യസ്ഥനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ മൂപ്പന്മാരെല്ലാം കൂടെ കൂടി ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരെ യോജിപ്പിക്കും. പിന്നെ ഒരു 2 മാസം ഏകദേശമൊക്കെ പുതുരത്തിലൊക്കെ അങ്ങനെ ജീവിക്കും.
പിന്നെ ഇതുണ്ടാവും. അപ്പൊ അത് കണ്ട് വളർന്നതായിരിക്കുന്ന വീട്ടിലെ പെണ്ണിനെയാണ് ഇവിടെ കല്യാണത്തിനൊരുക്കി നമ്മൾ കൊണ്ടുപോകുന്നത്. നല്ല പെണ്ണ എന്ന് പറയും. സഭക്കാർ പറഞ്ഞാൽ ഇതുപോലെ അമ്പൂരി പെണ്ണ്. കാരണം അവൾ വഴക്ക് കിട്ടുന്നില്ലല്ലോ. അവൾ കല്യാണം കഴിച്ചിട്ട് വഴക്കിട്ടാൻ അവളാരും വഴക്കിട്ടാൻ. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നറിയാം? ഒരു മാസം കഴിയുമ്പോൾ ഒരു പരാതി വരും മൂപ്പറിന്റെ അടുക്ക. ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും തന്നെ ഇവൾ പറഞ്ഞാൽ കേൾക്കും. അമ്മായിനോട് തറുതൽ പറയും, ഭർത്താവിനോട് തറുതൽ പറയും. അപ്പൊ അവളോട് ചോദിച്ച പറയും, ഞാൻ തറുതൽ പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വന്ന് നോക്കണം, അവിടെ എങ്ങനെയാണ്. ഇതൊക്കെ ഞാൻ വളരെ മര്യാദക്കല്ലേ പറയുന്നത്. ബുദ്ധിപദേശം കൊടുക്കുമ്പോളെ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയും. അതിന് ഞാൻ സൂക്ഷിച്ച് പറയാന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെ കൗൺസിലിംഗ് കൊണ്ടൊന്നും ഒന്നും ശരിയാവില്ല. കാരണം തലമുറകളുടെ എല്ലാം കൂടെ കിടക്കുകയാണ് ഈ വേസ്റ്റ് എല്ലാം കൂടെ. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. പാരമ്പര്യങ്ങൾ ആവർത്തിക്കുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ പാരമ്പര്യങ്ങളെ തച്ചുടച്ച് നല്ലത് വാർത്തെടുക്കാൻ ഒരുപാട് പരിശ്രമം. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ അച്ചടക്കം എന്ന് പറയുന്നത് നമ്മൾ നടത്തണമെങ്കിൽ നല്ല അച്ചടക്കമുള്ള കുടുംബത്തിൽ നിന്ന് പിള്ളേരെ എടുത്തെങ്കിൽ ഈ അച്ചടക്കമുള്ള കുടുംബങ്ങൾ തുടർന്നു പോകും. ചില കുടുംബങ്ങൾ അങ്ങനെ അച്ചടക്കമുള്ള കുടുംബങ്ങളല്ല. അവരുടെ കുടുംബത്തിന്റെ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തലമുറകളായിട്ട് കൈവെപ്പ് ശുശ്രൂഷ ധാരാളം നടക്കുന്ന ഒരു അഭിഷേക ശുശ്രൂഷയും കൈവെപ്പ് ശുശ്രൂഷ. പണ്ടാരോ കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഭാര്യയും ഭർത്താവ് ഭയങ്കര വഴക്കാണ്. അങ്ങനെ വഴക്കങ്ങ് മൂത്തിട്ട് ഭർത്താവ് എഴുന്നേറ്റ് ഭാര്യയ്ക്ക് 2 ഭയങ്കര ഇടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് അത് ഇടി വെട്ടിയതാന്ന് പറഞ്ഞു. ഉടനെ ഭാര്യ എങ്ങനെ അടുക്കളയിൽ കയറി ഒരു കത്തി കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇടിവെട്ടിന്റെ കൂടെ കൊല്ലിയാനും ഉണ്ടെന്ന് പറഞ്ഞു. അത് കത്തിയും കൊണ്ട് 2 കൂടെ കൊടുത്തു. അപ്പൊ ഇടിയും വെട്ടി കൊല്ലിയാനും. അപ്പൊ അവിടെ നിന്ന് തിളച്ച കഞ്ഞി എടുത്ത് ഭർത്താവ് ഭാര്യയുടെ തല ഒഴിച്ചിട്ട് പറഞ്ഞു, ഇത് രണ്ടും കഴിച്ചിട്ട് വലിയൊരു മഴ വരുമെന്ന് പറഞ്ഞു. അപ്പൊ പൂർത്തിയായില്ലേ? അത് കഥയായിരിക്കാം, പക്ഷെ കഥയല്ല. പല വീട്ടിലെയും രീതി അതാണ്. പല വീട്ടിലെയും രീതി. ഞാൻ ഒരു ദിവസം ഒരു വീടിന്റെ പടിക്കൽ കൂടെ പോകുമ്പോൾ, അവരുടെ വീട് അല്പം താഴെ മേൽക്കൂടെ ആ റോഡ്, ഞാൻ നോക്കും, എനിക്ക് പരിചയമുള്ള വീടാ. നോക്കുമ്പോ അവിടുത്തെ അമ്മച്ചിയെ ഒരു തെങ്ങ കെട്ടിയിട്ടിരിക്കുക. മോരും മരുമോളും കൂടെ ഒരു ചട്ടിക്കകത്ത് തീയോടുകൂടിയ ചാരം കൊണ്ട് ഇവിടെ തലയെ കൊണ്ട് ഇടുക. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് അവരെ അറിയാം, ഞാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ അമ്മ ഇന്നലെ എന്റെ ഭാര്യയുടെ കത്തുന്ന തീക്കൊള്ളി കൊണ്ടുവന്ന് എന്റെ ഭാര്യയുടെ തലയിലിട്ടു. അപ്പൊ ഇന്ന് ഞങ്ങൾ 2 പേരും കൂടെ ആ ശുശ്രൂഷ അങ്ങ് തുടരുക എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞ, അമ്മ ചെയ്തതും തെറ്റാ, മോള് ചെയ്തതും മോൻ ചെയ്തതും തെറ്റാന്ന് പറഞ്ഞു. ഇതൊക്കെ വലിയ ഭവിഷ്യത്തുകൾ വരും. ആ കുടുംബം അനുഭവിച്ചിട്ടുള്ള ദുരിതം പോലെ വേറെ ദുരിതമില്ല. കാരണം എന്താ, അവിടെ ജനിക്കുന്ന മക്കളെല്ലാം ഇത് കണ്ടാ ജനിക്കുന്നത്. അപ്പൊ കുടുംബത്തിന്റെ അച്ചടക്കം എന്ന് പറയുന്നത് എന്താണ്? ജോർജ് ഇരുമ്പ സഹോദരൻ പാട്ട് എഴുതിയല്ലേ, ദൈവമുള്ള ഭവനത്തിൽ ജനിച്ച് ഞങ്ങൾ. എന്താ കുടുംബത്തിൽ നടക്കുന്നത്? പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. രാവിലെ അപ്പനും അമ്മയും എഴുന്നേക്കും, കുഞ്ഞുങ്ങളും വരും, പാട്ട് പാടും, കൊള്ളയപ്പം എല്ലാവരും കൂടെ സ്തോത്രം ചെയ്ത് നോക്കി കഴിക്കും. ഇതൊക്കെയാ നല്ല കുടുംബം എന്ന് പറയുന്നത്. ഒത്തിരി പണമൊന്നുമല്ല കുടുംബം എന്ന് പറയുന്നത്. വലിയ വീടും വലിയ പണവും ഇതൊന്നുമല്ല, വലിയ കാറും ഒന്നുമല്ല. അതിനൊന്നും തെറ്റില്ല കേട്ടോ. അതൊക്കെ ദൈവം തരം നിങ്ങൾ അനുഭവിച്ചു, അതിനൊന്നും ഞാൻ വിരോധം പറയില്ല. അതൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും പരസ്പര ബഹുമാനവും ഒക്കെയാണ് ജീവിതം. ആ ഒരു അച്ചടക്കം നമുക്ക് വേണം. വിവാഹം ദൈവം സ്ഥാപിച്ചപ്പോൾ തന്നെ കുടുംബജീവിതം സന്തോഷകരവും വിജയകരവുമാകുവാൻ ആവശ്യമായത് എല്ലാ ബുദ്ധിപദേശവും സൗഭാഗ്യവും നൽകിക്കൊണ്ട് വിവാഹം സ്ഥാപിച്ചു. ആദവിനും ഹവ്വയ്ക്കുമാണ് അമ്മായിമ്മ പോരുമില്ല, ഹവ്വയ്ക്ക് അമ്മായിമ്മയുടെ പ്രശ്നവുമില്ല, ഒന്നുമില്ലല്ലോ. അപ്പനും അമ്മയില്ല, രണ്ട് ഭാഗത്തും ഒന്നുമില്ല. എന്നിട്ടും ഈ പോരുകൾ ഒന്നും ഇല്ലായിരുന്നിട്ടും എന്താ ചെയ്തത്? ദൈവത്തോട് അവർ മത്സരിച്ചു, അവർ പരാജയപ്പെട്ടു പോയി. മനുഷ്യവർഗത്തിന്റെ പരാജയത്തിനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ആദവും ഏറ്റെടുത്തു. പറ്റിച്ചേർന്ന് ഒന്നായിരിക്കേണ്ടവര്, തക്ക തുണയായി എല്ലായ്പ്പോഴും വർത്തിക്കേണ്ടവർ ദൈവം സ്ഥാപിച്ച ഫോർമുല തള്ളിക്കളഞ്ഞ് ജീവിക്കുവാൻ തീരുമാനിച്ചപ്പോ കുടുംബം തകർന്നു. കുടുംബ തകർച്ചയുടെ അടിസ്ഥാനം അതാണ്. ആദഹവുമാർക്ക് ഒരു സെക്കൻഡ് പോലും തമ്മിൽ വേർപിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വേർപെട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തിനാ ഹവ്വ ആദാമിനെ വിട്ട് അല്പനേരം സംസാരിക്കാൻ പോയത്? ഒരു കാര്യം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം സാഹചര്യം ഒരുക്കി വേർപാട് അനിവാര്യമാക്കി തീർക്കുകയാണ് അവർ ചെയ്തത്. പരസ്പര പൂർവകങ്ങളായി വർദ്ധിക്കേണ്ടവർ പരസ്പരം പഴിയാരുന്ന അവസ്ഥയിലാണ്. ദൈവം എന്ന് ചോദിച്ചപ്പോ ആദാം എന്താ പറഞ്ഞത്? നീ തന്ന സ്ത്രീ എന്നാണ്. നീ തന്ന സ്ത്രീ, കുറ്റം എന്റേതല്ല നിന്റേതാണ്. നീ തന്ന സ്ത്രീ, നീ നല്ല സ്ത്രീ തന്നിരുന്നത് സംഭവിക്കില്ല. നീ ഹവ്വയുണ്ടാക്കി ശരിയായി. അതാണ്. ചിലപ്പോൾ പറയില്ലേ, അപ്പന്മാരൊക്കെ ആലോചിച്ച് പെണ്ണെ കൊണ്ട് കൊടുത്തിട്ട് എന്ത് പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. നിങ്ങളെല്ലാം കൂടെ അല്ലേ ആലോചിച്ച് കൊണ്ടുവന്നത്. അതുപോലെ ദൈവത്തോട് ചോദിക്കുക, നീ അല്ലേ അത് കൊണ്ട് തന്നത്, നീയാണ് കൊണ്ട് തന്നത്, പിന്നെ എന്നോട് ചോദിക്കുക എന്തിനാന്ന് ചോദിക്കുന്നത്? കാര്യമില്ല. അവയോട് ചോദിച്ചപ്പോ അവ എന്തോ പറഞ്ഞത്? നീ അല്ലേ പാമ്പിനെ ശ്രദ്ധിച്ചു വെച്ചത്, ഞാൻ ഒന്നുണ്ടാക്കി.
നീ ഉണ്ടാക്കിയ സ്ത്രീ, നീ ഉണ്ടാക്കിയ പാമ്പ്. അന്ന് തുടങ്ങിയ കുറ്റം പറഞ്ഞു. തീർന്നിട്ടുണ്ടോ? ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ ദൈവം അവസാനം അവരെവിടെ കൊണ്ട് കുറ്റം വെച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ഡിസൈനിലാണ്. ദിസ് ഈസ് എ ഡിസൈൻ പ്രോബ്ലം, ഒരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. സ്ത്രീയെ ഉണ്ടാക്കേണ്ടത് പോലെ നീ ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് അവൾ പാപം ചെയ്തു. പാമ്പിനെ നീ കൗശലക്കാരനായിട്ട് സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ പരിപാടി. പശു ചെയ്തില്ലല്ലോ, ആട് ചെയ്തില്ലല്ലോ, പാമ്പല്ലേ ചെയ്തുള്ളൂ. നീ എന്തിനാ പാമ്പിനെ ഉണ്ടാക്കി? അപ്പൊ എപ്പോഴും ഇങ്ങനെ അവസാനം നമ്മൾ കൊണ്ടുവന്ന എല്ലാ പ്രശ്നവും ദൈവത്തിന് മുന്നിൽ നമ്മൾ കൊണ്ട് പ്രോബ്ലം. എന്നാൽ തെറ്റ് സംബന്ധിച്ച് ക്ഷമാപണം ചെയ്ത് മോചനം തേടേണ്ട ആദവുമാരും ദൈവത്തെ ഒരുവിധ ശത്രുവായി കണ്ട് ഈ സംഭവിച്ച പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ ദൈവമാണെന്ന് അവർ സമ്മതിക്കാൻ. കുടുംബത്തിന്റെ അച്ചടക്കമല്ല. കുടുംബത്തിന്റെ അച്ചടക്കം എന്താണ്? വീട്ടിൽ പ്രശ്നമുണ്ടായ ഭർത്താവിനെ കുറ്റം പറയല്ല, ഭാര്യയെ കുറ്റം, മക്കളെ കുറ്റം പറയല്ല. ഒരുമിച്ചിരുന്ന് ആരാണ് കുറ്റം എന്നുള്ളത് അവർ തന്നെ സംബന്ധിച്ചത് ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിലെ മാപ്പ് അപേക്ഷിച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കാൻ. കുറ്റം പറഞ്ഞുകൊണ്ട് വല്ല പ്രശ്നം തീരുമോ? കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം തീരില്ല. പക്ഷെ എപ്പോഴും പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും? ആ പ്രശ്നം ആരുടെയെങ്കിലും തലയിടും. ഒന്നീ ഭാര്യയുടെ തലയല്ലേ, ഭർത്താവിൻ്റെ തലയല്ലേ, മക്കളുടെ തലയല്ലേ, ഒന്നുമില്ലെങ്കിൽ അയൽക്കാരുടെ തന്നെ. ഒരയൽക്കാരൻ വന്ന് പുതുതായിട്ട് വന്നതാണോ, എന്നും മറ്റേ അയൽക്കാരൻ വഴക്കാം. അവസാനം ഒരുപാട് എല്ലാത്തിനും പറഞ്ഞു, നീ ഒറ്റ ഒരുത്തനാ, നിങ്ങൾ വന്നതിന് ശേഷമായി കാര്യം. അയാൾ ചോദിച്ചു, നിങ്ങൾ എത്രാം ക്ലാസ് വരെ പഠിച്ചെന്ന് ചോദിച്ചു. 8ാം ക്ലാസ് വരെ. പിന്നെ 8 തോറ്റുപോയി. അതിന് ഞാനാന്ന് കുറ്റക്കാരൻ ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ അല്ലേ വന്നത്, അത് ഞങ്ങളാന്ന് കുറ്റക്കാരൻ. നിങ്ങളുടെ പിള്ളേരുടെ അവർ പഠിച്ചു, അത് ഞാനാന്ന് കുറ്റക്കാരൻ. ഞങ്ങൾ ഇന്നലെ അല്ലേ വന്നത്. ഈ പിള്ളേർ 9ാം ക്ലാസ് കഴിഞ്ഞ് വീട് കയറി പോയില്ലേ, നിങ്ങൾ മോൻ കയറി പോയില്ല, ഞാനാന്ന് കുറ്റവാൻ. അപ്പൊ പറഞ്ഞു വന്നപ്പം ഇവർ വരുന്നതിന് ശേഷം നടക്കുന്നതല്ല, മറ്റേരും കുറ്റക്കാരാരാ? നിങ്ങൾ ഒറ്റ കൂട്ടരാ കുറ്റക്കാർ. നമ്മളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ എങ്ങും കൊണ്ടുവെക്കാൻ വയ്യായെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം? ഇവരൊറ്റ ഒരുത്തരാ കുറ്റക്കാർ. അവരല്ല കുറ്റക്കാർ, നമ്മൾ തന്നെയാ കുറ്റക്കാർ. നമ്മള് കുറ്റങ്ങൾ ചെയ്തിട്ട് നമ്മൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നമുക്ക് സാധിക്കില്ല. അതെ, ഇന്നും കുടുംബജീവിതത്തിലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. തെറ്റുകൾ എവിടെ ആയാലും അവയെ തിരുത്തുകയും പ്രവർത്തിക്കാതിരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത്. ഏറ്റവും രസകരവും കുടുംബമൂല്യം മുറുകെ പിടിച്ചതുമായ ഒരു വസ്തുത എന്തെന്നാൽ, പാപം ചെയ്യുകയും തന്നെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തിട്ടും ആദം ഹവ്വയെ ഉപേക്ഷിച്ചില്ല. അതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം. ഈ പഴം പറിച്ച് തിന്നുകയും ചെയ്തു, എന്നിട്ട് ആർക്ക് കൊടുത്തു? ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. മനുഷ്യവർഗത്തെ മുഴുവൻ പാപത്തിനെ കാഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് ആദം ഒറ്റ വാക്ക് പറഞ്ഞു, ഹവ്വ നീ ചെയ്തത് കടും കൈയാണ്, നമ്മൾ തമ്മിൽ ബന്ധം ഇവിടെ പറ്റിയ. നിന്നെ ദൈവം തക്ക തുണയായിട്ടിരിക്കാനാ, പക്ഷെ നീ തക്ക തുണയായിട്ടല്ല, നീ എന്നെ നശിപ്പിക്കുക ചെയ്തത് മനുഷ്യവർഗത്തിൽ. അവിടെ നമ്മളെ ഗുഡ് ബൈ. അത് വിലക്കപ്പെട്ട പഴമാണെന്ന് അറിഞ്ഞിട്ടും ആദം എന്ത് ചെയ്തു? ഹവ്വയുടെ കയ്യിൽ നിന്ന് പറിച്ച് വാങ്ങി ഭക്ഷിച്ചു. അതാണ് നല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. കാരണം ആദം അതേക്കുറിച്ച് ചിന്തിച്ചു, ഞാൻ ഈ പഴം തിന്നില്ലെങ്കിൽ ഹവ്വയ്ക്ക് എന്ത് പറ്റും? ഹവ്വ കൽപ്പന ലംഘിച്ച് ഹവ്വ തോട്ടത്തിന് പുറത്തു പോകും. എനിക്ക് വേറെ ഒരു ഭാര്യ ഉണ്ടാക്കി തന്നേക്കും, പക്ഷെ ഈ സ്ത്രീക്ക് വേറെ ഭർത്താവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നോക്കുകയില്ല. ഞങ്ങൾ ഏകദേഹമായി തീർന്നവരാണ്, ഈ വേർതിരിയുന്ന പ്രശ്നമേ ഇല്ല. എത്ര ഭർത്താക്കന്മാർ അങ്ങനെ ചിന്തിക്കും? അപ്പൊ ആദ്യം ഒരു നല്ല ഭർത്താവായിട്ടല്ല ഞാൻ കാണുന്നത്. അതും ഒരു നല്ല ഭർത്താവായിട്ടാണ്. തെറ്റ് ചെയ്ത ഭാര്യയെ ഉപേക്ഷിക്കാതെ ആ ഭാര്യയുടെ പാപത്തിൽ പങ്കാളിയായി അവർ ഒരുമിച്ച് ജീവിച്ചു. വന്നത് നന്മയായാലും തിന്മയായാലും അത് ഒരുമിച്ച് പങ്കെടുത്ത് അവർ ജീവിച്ചു. വേർപെടുത്തുവാൻ കഴിയാത്ത ഒരു ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത്. ദൈവം യോജിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്, അതാണ് പ്രമാണം. മാതാപിതാക്കളെ പോലും വിട്ടുപിരിയേണ്ടതായി വരുന്ന ഒരു ബന്ധമാണ്. അപ്പനെയും അമ്മയും വിട്ടെന്നാണ്. പ്രസവിച്ച അമ്മയെ ഉപേക്ഷിക്കാൻ എന്താ പറഞ്ഞ വിട്ടുപിരിയുക. പക്ഷെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പെണ്ണിനെ എവിടെയോ പോയി ഒന്ന് കണ്ടു, 3 ദിവസം കൊണ്ട് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ അവരുടെ പെരുമാറ്റം കണ്ട തോന്നും ഇവിടെ അവനെ പ്രസവിച്ചെന്ന് തോന്നും. അതുപോലെ അടുപ്പത്തിലാണ്. ഇത് എവിടുന്ന് കിട്ടിയ അടുപ്പം? അതാണ് വിവാഹത്തിന്റെ മാന്ത്രിക ശക്തി എന്ന് പറയുന്നത്. ദൈവം അങ്ങനെയാണത് സ്ഥാപിച്ചത്. എഫേസ്യർ 5-6 അധ്യായങ്ങളും 1 പത്രോസ് 3 അധ്യായവും ഒക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും. ഈ കുടുംബജീവിതം, നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കുടുംബജീവിതത്തിൽ വിജയിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കുടുംബജീവിതത്തിൽ വിജയിക്കണം. കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാൾക്ക് പോലും ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ വിജയിച്ചെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കാൻ. ഒരാൾ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിയാണോ എന്ന് അറിയാനായിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ മതി, അവരുടെ കുടുംബജീവിതം എങ്ങനെ നോക്കി. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടോ? സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യ കീഴടങ്ങിയിരിക്കുന്നുണ്ടോ? കർത്താവ് സഭയെ വചനം കൊണ്ട് ശുദ്ധീകരിക്കുന്നത് പോലെ വചനത്തെ ശുദ്ധീകരിക്കുന്നുണ്ടോ? തീറ്റിപ്പോറ്റി സംരക്ഷിക്കുന്നുണ്ടോ ക്രിസ്തു ചെയ്യുന്നത് പോലെ? ഇങ്ങനെ 3-4 ചോദ്യം കൊണ്ട് ചോദിച്ചേ ഭർത്താവിനെ പറ്റി, ഭാര്യയെ പറ്റി അതുകൊണ്ട് ചോദിച്ചേ. നിങ്ങൾക്കറിയാം അവര് ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു കപ്പിളാണോ, ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു
കുടുംബമാണെന്ന്. നേരെ മറിച്ച് അവരൊന്നും ഈ കലഹവും അഭിപ്രായ വ്യത്യാസവും മിണ്ടാട്ടമില്ല, രണ്ട് കെട്ടിൽ കിടന്നുറങ്ങുന്നു, വെച്ചത്താഴം കഴിക്കുന്നില്ല, ആകെപ്പാടെയൊക്കെ പ്രശ്നമാണ്. വിചാരിച്ചുകൊള്ളൂ, രക്ഷിക്കപ്പെട്ടതായിരിക്കുകയില്ല, ചിലപ്പോൾ ആയിരിക്കും. ആണെങ്കിൽ അത് നോർമലായിട്ടുള്ളൊരു ഫാമിലി അല്ല, അത് തന്നെപ്പൊളി ഫാമിലി. ക്രിസ്തു ആ ഭവനത്തിന്റെ നാഥനല്ല, സാത്താൻ ആ ഭവനത്തിന്റെ നാഥൻ. പ്രിയമുള്ള ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിൽ വിജയിക്കണം. ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നാം ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിജയിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി റിലേഷൻഷിപ്പ്. ദൈവം കഴിഞ്ഞാൽ കുടുംബമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമത് കുടുംബം. ആദ്യം ഒന്ന് ദൈവം, രണ്ട് കുടുംബം. ദൈവത്തിന്റെ സ്ഥാനത്ത് കുടുംബത്തെ കൊണ്ടുവരാൻ പറ്റും. ദൈവം കഴിഞ്ഞാൽ കുടുംബം. ദൈവം സ്ഥാപിച്ച ആദ്യത്തെ പ്രഥമവും പ്രധാനവുമായ സ്ഥാപനമാണ്. ആ കുടുംബത്തെ മാനിച്ച് കുടുംബജീവിതം നയിച്ചെങ്കിലേ നമുക്ക് വിജയിക്കാൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണം. അതിനാദ്യം ദൈവത്തെയും ദൈവരാജ്യവും നീതിയും അന്വേഷിക്കണം. രണ്ടാമത് കുടുംബത്തെ നിങ്ങൾ മാനിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെ വേണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല, നമ്മുടെ സഭകളും അനുഗ്രഹിക്കും. സഭകൾ അനുഗ്രഹിക്കുന്നത് കാരണം ഓരോ കുടുംബവും ഒരു മിനി സഭയാണ്. ക്രിസ്തു ഹെഡായിരിക്കുന്നത് പോലെ ഭർത്താവ് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് സ്നേഹിച്ചും കരുതിയും പോറ്റിയും പോകുന്ന ഒരു കുടുംബം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേരുന്നതാണ് ഒരു നല്ല സഭ. സഭ എപ്പോ നല്ലതല്ലെങ്കിൽ അവിടെ കുടുംബങ്ങൾ നല്ലതല്ല എന്നാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല കുടുംബജീവിതം നയിക്കാൻ ദൈവം സഹായിക്കും.